بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ യുവജന വിഭാഗം ഓർഗനൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫോക്കസ്. ജീവിത തിരക്കുകളും വളരെ ബുദ്ധിമുട്ടുകളുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി നമ്മുടെ നാടുകളിൽ നടക്കുന്ന പൊതുപ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും സംബന്ധിക്കുവാനുള്ള ബുദ്ധിമുട്ടിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് മാത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങളും അവർക്ക് എത്തിപ്പെടാൻ സൗകര്യമുള്ള പൊതുസ്ഥലങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന പരിപാടികളാണ് ഫോക്കസ്. നമ്മുടെ നാട്ടിൽ പല ടൗണുകളിലും അത് സ്ഥിരമായി നടക്കുകയും ധാരാളം പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളാവുകയും ചെയ്യുന്നുണ്ട് എന്നത് സന്തോഷകരമായൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ദമ്മാമിൽ ഇങ്ങനെ ഒരു ഫോക്കസ് എന്ന് പറയുമ്പോൾ അത് ഇത്രമാത്രം ആളുകൾ അതിനോട് പ്രതികരിക്കുമെന്നൊന്നും ഈ ഫോക്കസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ സംഘാടകർ പോലും കണക്ക് കൂട്ടിയിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രാധാന്യവും മഹത്വവും പറയേണ്ടതില്ല. പലപ്പോഴും UAE ഫോക്കസ് സംഘടിപ്പിക്കുന്ന അവിടുത്തെ പ്രവർത്തകന്മാർ ഫോക്കസിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായി 1 മണിക്കൂർ സ്പീച്ചിന് മാത്രമായി നമ്മുടെ നാടുകളിൽ നിന്ന് പലപ്പോഴും ഞാൻ അടക്കമുള്ള പലരെയും ടിക്കറ്റ് കൊടുത്ത് കൊണ്ടുവരാറുണ്ട്. അത്ര പ്രാധാന്യപൂർവ്വമാണത് സംഘടിപ്പിച്ചു വരുന്നത്. അതിൻ്റെ പ്രയോജനം എന്തെന്ന് അതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് അനുഭവബോധ്യമുള്ളതിനാൽ വാക്കുകളെ കൊണ്ട് വിശദീകരിക്കുന്നതിൽ പ്രസക്തിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്രാവശ്യത്തെ സന്ദർശനത്തിൽ പരിശുദ്ധ ഹറമിൻ്റെ പരിസരത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും ജമാഅത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി ഹറമിലേക്കുള്ള യാത്രയിൽ ഈ നാട്ടുകാരനായ ഒരാളുടെ ടാക്സിയിൽ കയറിയപ്പോൾ
ഇവിടുത്തെ പൊതുവായ ഒരു സമ്പ്രദായം എന്ന നിലക്ക് ടാക്സിയിലെ ഡ്രൈവർമാർ സ്ഥിരമായി റേഡിയോ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്ത് ഓൺ ചെയ്ത് വെച്ച റേഡിയോ ഹറമിലേക്ക് എത്തുന്ന ഒരു 2-3 മിനിറ്റിൻ്റെ സമയം കേൾക്കുവാൻ എനിക്ക് അവസരം കിട്ടി. നമ്മുടെ പീസ് റേഡിയോയിലുള്ളതുപോലെ തന്നെ അൽ ഇജാബ എന്ന് പറയുന്നൊരു ചോദ്യോത്തര പരിപാടിയായിരുന്നു റേഡിയോയിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ ശബ്ദം കൊണ്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും ഉന്നത പണ്ഡിതനായ സ്വാലിഹ് അൽ ഫൗസാൻ, അദ്ദേഹത്തിൻ്റെ ഷേഖിൻ്റെ ക്ലാസ്സോ മറുപടിയായിരുന്നു എന്നാണ് ശബ്ദം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തോട് ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോഴുള്ള ഒന്നാമത്തെ ചോദ്യം, പുതിയ കാലഘട്ടം ആളുകളെല്ലാം വളരെ മാനസികമായ അസമാധാനങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒരു ജീവിത കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം മാനസിക സംഘർഷങ്ങൾക്ക് ഇസ്ലാമികമായി ഷെയ്ഖിന് നിർദ്ദേശിക്കുവാനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നാണ് പലപ്പോഴും ഞാൻ അഭിമുഖീകരിച്ചൊരു ചോദ്യം എന്ന നിലക്കും പലരും നമ്മളോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന നിലക്കും വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ എന്തു മറുപടി പറയുമെന്ന് ആ ചോദ്യം കേട്ടപ്പോൾ വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടുകൂടെയുമാണ് ആ ഉത്തരം നിരീക്ഷിച്ചത്. അദ്ദേഹം 4 പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ അതിലൊന്നാമത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരിഹാര മാർഗം തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ അത് ഒരു വസ്തുതയാണെന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം തെളിവായി വിശുദ്ധ ഖുർആനിൽ നിന്നും അദ്ദേഹം ഓതിയത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ അവൻ്റെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മാർഗം, ഒരു പരിഹാരം, ഒരു പോംവഴി ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ആയത്താണ് ഓതി വെച്ചത്. ഒരു വസ്തുതയാണ് അത് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാത്ത കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ. ചില ആളുകൾ പറയും, ഉമ്മ മരിച്ച ദിവസം, അല്ലെങ്കിൽ വാപ്പ മരിച്ച ദിവസം, എനിക്ക് ജോലി നഷ്ടപ്പെട്ട ദിവസം, ഞാൻ വിവാഹം കഴിച്ച ആദ്യ ദിനം, അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞു പിറന്ന ഒന്നാമത്തെ ദിവസം എന്നൊക്കെ പറയുമെന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു പക്ഷേ ആ ഉത്തരം പലരും പറഞ്ഞേക്കാം. എന്നാൽ ആത്മാർത്ഥമായി നമ്മൾ മറുപടി പറയുന്നുവെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പറയാൻ സാധ്യതയുള്ള മറുപടി തെറ്റാണെന്ന് നമുക്ക് പൂർണ്ണമായി ബോധ്യമുള്ള, എന്നാൽ വളരെ ഗുരുതരവും ഗൗരവപരവുമാണ് എന്ന് നമുക്കറിയുന്ന വല്ല തെറ്റുകളും ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാം മറക്കാത്തത് അതാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോവില്ല നമ്മുടെ മനസ്സുകളിൽ നിന്ന്. എന്തുകൊണ്ടോ അത് മറന്നു പോകില്ലെന്ന് മാത്രമല്ല, അത് നിരന്തരമായി നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒന്നിലധികം ധാരാളക്കണക്കിന് തെറ്റുകൾ ആ രൂപത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ മനോവേദനകൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുമാറ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ നഷ്ടങ്ങളോ പ്രതിസന്ധികളോ ജോലിയില്ലായ്മയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും എതിരെ വരുന്ന ഭീഷണികളോ ഒന്നും അത്ര നമ്മളെ അലോസരപ്പെടുത്തുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ലെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ആ തെറ്റുകൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ പ്രത്യേകത എന്താണെങ്കിൽ, വയസ്സാവും തോറും ആ തെറ്റിനെ കുറിച്ചുള്ള പ്രയാസം കൂടി വരിക ചെയ്യുക, മറക്കല്ല ചെയ്യുക. നമുക്ക് വയസ്സ് വർദ്ധിക്കും തോറും എന്ത് ചെയ്യും, ഞാൻ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തവരാണല്ലോ, ഇനി എന്തപ്പോൾ എനിക്ക് സംഭവിക്കുക, ഞാൻ മരണത്തോട് അടുത്ത് വരികയാണ്, എനിക്ക് വാർദ്ധക്യമാവുകയാണ്, ഞാൻ അവശതയിലേക്ക് നീങ്ങുകയാണ്, ഞാൻ പരലോകത്തേക്ക് അടുക്കുകയാണ് എന്ന് ചിന്തിക്കും തോറും, കുറച്ച് ജീവിതത്തിൽ പക്വത വരും തോറും ആ തെറ്റ് കൂടുതൽ കൂടുതൽ നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാകും, പലപ്പോഴും നമുക്കെല്ലാം അനുഭവമുള്ളതാണ്. ചില ആളുകളൊക്കെ വല്ലാതെ മാനസിക പ്രയാസങ്ങളും അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരവരുടെ അസ്വസ്ഥതയെക്കുറിച്ച് പറയുമ്പോൾ ചോദിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ജോലിക്ക് പ്രശ്നമുണ്ടോ, ഇല്ല ഫാമിലി വൈഫുമായിട്ട് പ്രശ്നമുണ്ടോ, ഭർത്താവുമായിട്ട് പ്രശ്നമുണ്ടോ,
ആരോഗ്യപരമായ പ്രശ്നങ്ങളുടെ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ചോദിച്ച് പിന്നെന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉറക്കമില്ലായ്മ വരാൻ, അസ്വസ്ഥത വരാൻ എന്ന് ചോദിച്ചാൽ അവസാന അന്വേഷണങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങളാണ്. ഏകദേശം ഒരു 40 വയസ്സ് തോന്നിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ വന്ന് സംസാരിച്ച് ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം അദ്ദേഹം ഒരു സൈക്യാട്രിക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പലതും അദ്ദേഹത്തോട് ചോദിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞത്, ഒരു CD കേട്ട് ഒരു ശരിയായ നമസ്കാരത്തിലേക്കും ദീനിലേക്കും വരുന്നതിന് മുമ്പ് ദീർഘമായൊരു ജീവിത കാലഘട്ടം വഴിവിട്ട് ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. അതിനെക്കുറിച്ചുള്ള വ്യാകുലത എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സുഹൃത്തുക്കളെ, ഒരു പക്ഷേ ഈ വിഷയം നമുക്കൊരാശ്വാസം നൽകിയേക്കാം. അതിനാണ് ഞാൻ ഈ മുഖവുര പറഞ്ഞത്. ഇനിയെങ്കിലും അവശേഷിക്കുന്ന ജീവിത കാലഘട്ടങ്ങളിൽ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന, മരണത്തിൻ്റെ മുന്നിൽ കിടക്കുമ്പോൾ നമുക്ക് അത്യധികമായ വേദനയും പ്രയാസങ്ങളും തോന്നിക്കുന്ന രൂപത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന മാരകവും ഗുരുതരവുമായ തെറ്റുകൾ ജീവിതത്തിൽ ഇനി സംഭവിച്ചു പോകാതിരിക്കുവാനുള്ള ഒരു സൂക്ഷ്മതയും ഒരു മുന്നൊരുക്കവും സ്വീകരിക്കുവാൻ നമുക്ക് പറ്റിയാലോ കൂടുതൽ വിഷമങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മനോവിഷങ്ങളുടെയും ഭാരം കുറക്കാൻ നമുക്ക് പറ്റിയേക്കാം. ഈ ചിന്തയിൽ നിന്നാണല്ലോ അത്തരം തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടുവാനുള്ള ഏറ്റവും നല്ല മാർഗം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെന്നും അവൻ്റെ തൃപ്തിയും അവൻ്റെ സ്നേഹവും ലഭിക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ അറിവിലുണ്ടോ ആ കാര്യങ്ങളെല്ലാം പരമാവധി ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന തഖ്വ, സൂക്ഷ്മതാബോധം, ധർമ്മനിഷ്ഠ, അതുതന്നെയാണ് സഹോദരങ്ങളെ സ്വസ്ഥതയും മനസ്സമാധാനവുമുള്ള ഒരു ജീവിതത്തിനുള്ള പരിഹാരം. അതിനുള്ളൊരു പരിശ്രമം എന്ന് മാത്രമേ നമുക്ക് ഇത്തരം പരിപാടികളെക്കുറിച്ച് മാത്രമല്ല മതപരമായ ഏതൊരു ഉത്ബോധനങ്ങളെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള എല്ലാ കേൾവികളും എല്ലാ സംസാരങ്ങളും നമുക്ക് ഉപകാരപ്പെടുന്നത് അതുതന്നെയാണ്. ഒരുപക്ഷെ ഇത്തരമൊരു വിഷയം പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക ഒരു ഉത്ബോധന ബന്ധത്തിലേക്ക്. സാധാരണ ഇത്തരം പരിപാടികളിലൊന്നും അറ്റൻഡ് ചെയ്യാൻ അവസരം കിട്ടാത്ത ആളുകളെ കൂടെ ഉദ്ദേശിച്ചായിരിക്കും ഇങ്ങനെ ഒരു ഉത്ബോധനത്തിന് ഉപകരിക്കുന്ന ഒരു വിഷയത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരിക്കുക. ഞാൻ ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മനസ്സിൽ വരുത്തുന്ന ചില ചിന്തകളെക്കുറിച്ചും ചില ആലോചനകളെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും മനസ്സിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ചുരുങ്ങിയ സമയങ്ങളിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമെന്ന് തന്നെ പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ വേദന നമ്മെക്കുറിച്ചല്ല. ഒരു പക്ഷേ ഒന്നിലധികം അസുഖങ്ങളും ജീവിതത്തിൽ പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള രോഗങ്ങളൊക്കെ, മരണത്തോടു കൂടെ പിരിഞ്ഞു പോകുള്ളൂ എന്ന് വിചാരിക്കുന്ന രോഗങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ നാം നമ്മെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടുന്നതിലേറെ നാം മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് ഈ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമുക്കത്, നമ്മുടെ മലയാളികളായ നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക് അത് കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, അതിലൊക്കെ ഫാമിലികൾ, ഇവിടുത്തെ അറബികളായ ഫാമിലികളുണ്ട് ഫ്ലൈറ്റിൽ. അവിടെ ഒരു 8, 10, 20 കുട്ടികളെ ഫ്ലൈറ്റിലൂടെ അങ്ങനെ അങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടും ആ കുട്ടികൾ ആരുടേതാണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഒരു സ്വതന്ത്രനായ ഒരു യാത്രക്കാരനെ പോലെ തന്നെയാണ് ആ കുട്ടി സഞ്ചരിക്കുന്നത്. വാപ്പാൻ്റെ ഉമ്മാൻ്റെ മടി കയറിയിരുന്ന് എല്ലാ കാര്യത്തിനും വാപ്പയമ്മയും കൂടെ പോയി. ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ, ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ അതിനൊക്കെ വാപ്പയമ്മയും കൈപിടിച്ച് പോകുന്നൊരു ചുറ്റുപാട് നമ്മൾ കാണുന്നില്ല. അവരൊക്കെ സ്വതന്ത്രരാണ്. നോക്കും നിങ്ങൾ ഇപ്പോൾ കുറച്ച്, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ് ഈ ഇരിക്കുന്ന ഉമ്മമാർക്ക് പോലും തങ്ങളുടെ കുട്ടിയൊന്ന് പുറത്തു പോയി കളിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഈ പരിപാടി കഴിയുന്നത് വരെ അവർക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി, എന്തായി എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ അത്രമാത്രം ആശ്രയത്വമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിതമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത വിധം നമ്മൾ. അതുകൊണ്ട് തകരാറുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ വാപ്പനെ നോക്കണം, ഉമ്മനെ നോക്കണം, മക്കളെ നോക്കണം, ഒക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ എന്താ, ഈ മറക്കുന്നതിനിടയിൽ നമ്മളെല്ലാം മറന്നു. ഉറങ്ങാൻ മറന്നു, ഭക്ഷണം കഴിക്കാൻ മറന്നു, ഒന്ന് വിശ്രമിക്കാൻ മറന്നു, മാനസികമായ ഒരു സ്വസ്ഥതയോടുകൂടെ അല്പസമയം ഇരിക്കാൻ പോലും നമ്മൾ മറന്നു.
നാം ഇരിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന ചിന്തകൾ കടന്നു വരും. നമ്മളെക്കുറിച്ചല്ല, നമ്മുടെ ആശങ്കകൾ മുഴുവൻ മറ്റുള്ളവരെ കുറിച്ചാണ്. എന്നാൽ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഞാനൊരു ചെറിയ സംഭവം പറയാം. എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന അതേ പ്രായത്തിലുള്ള കുട്ടിയുടെ ഉമ്മ പെട്ടെന്ന് ബ്ലഡ് ക്യാൻസർ വന്നു. ഒരു 2-3 ദിവസം കൊണ്ട് രോഗവും ചികിത്സയും മരണമൊക്കെ നടന്നു. അത്ര പെട്ടെന്ന് മരിച്ചു. ആകസ്മികമായ ഒരു മരണമെന്ന് നമുക്ക് പറയാം. മരിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടികളാണല്ലോ, പ്രത്യേകിച്ച് പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്യും? ആ മരണ വീട്ടിലെ വിവരങ്ങൾ, അവളുടെ കൂട്ടുകാരി പറയുന്ന വിവരങ്ങൾ അവളിങ്ങനെ ഹൃദയസ്പർശിയായി വീട്ടിൽ വന്ന് പറയും. ഒരു ദിവസം അവൾ പറഞ്ഞു, രാവിലെ മരിച്ച ഈ സ്ത്രീയുടെ ചെറിയ കുട്ടി അവൻ ബാത്റൂമിൽ കയറി വാതിലടച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ഉമ്മ വരാതെ ഞാൻ വാതിൽ തുറക്കില്ലെന്നാണ്. മരിച്ചുപോയ ഉമ്മ വരാതെ ഞാൻ വാതിൽ തുറക്കില്ലെന്നാണ് ആ കുട്ടി പറയുന്നത്. എത്രമാത്രം ഒരു ഉമ്മയെ ഒരു കുട്ടി ആശ്രയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പലരും ശ്രമിച്ചു, ഇളയമ്മമാർ ശ്രമിച്ചു, ബന്ധുക്കൾ ശ്രമിച്ചു. ആര് ചെന്നാലും അവൻ വാതിൽ തുറക്കില്ല, ഉമ്മ വരണമെന്നാണ്. കാരണം ഉമ്മയെ അവൻ കുറേ ദിവസമായി ചോദിക്കുന്നു. മറുപടി ഇല്ലാത്തത് കൊണ്ട് ഉമ്മയെ കണ്ടെത്താൻ അവൻ സ്വീകരിച്ച വഴിയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ആ ഉമ്മ ആ കുട്ടിക്ക് ആവശ്യമാണ്. പക്ഷേ ആ ഉമ്മ ഏറ്റവും അധികം ചിന്തിക്കുന്നത് ആ കുട്ടിയെക്കുറിച്ചാണ്. എന്നാൽ ആ കുട്ടിയെ കാത്തു നിൽക്കാതെ ആ ഉമ്മ പോയതെന്തേ? നാം ചോദിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. പ്രസക്തമായത് നമുക്ക് നമ്മുടെ ജീവിതം തന്നെയാണ്. മക്കളുണ്ടാവട്ടെ, ഭാര്യയുണ്ടാവട്ടെ, ഭർത്താവ് ഉണ്ടാവട്ടെ, കുട്ടികളുണ്ടാവട്ടെ, നമ്മളെ ആശ്രയിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ടാകട്ടെ, നാം നിയന്ത്രിക്കുന്ന ഒരു കമ്പനിയും സ്ഥാപനവും ഒക്കെ ഉണ്ടാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ നമുക്ക് പലതും ചെയ്യുവാനുണ്ട്. ഞാനതിനെ ഒന്നും തള്ളി പറയുന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതമാണ് പ്രധാനം. അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു ജീവിക്കുന്നതെങ്കിൽ ആ ഉമ്മ ആ കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടിയിരുന്നു. അള്ളാഹു അതിനുള്ളൊരു ആയുസ്സും സമയവും കൊടുക്കേണ്ടിയിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഡെലിവറി നടന്ന ഉടനെ ആ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുക പോലും ചെയ്യാതെ എത്ര ഉമ്മമാർ, ഒരു പ്രാവശ്യം പോലും മുല കൊടുക്കാതെ എത്ര ഉമ്മമാർ ഈ ലോകത്തുനിന്ന് യാത്രയായിട്ടുണ്ട്. ഒരു സത്യം നമുക്കിവിടെ മനസ്സിലാകുന്നു, നമ്മൾ വന്നത് ഇതിനൊന്നുമല്ല. അതൊരു വസ്തുതയാണ്. നമ്മൾ വന്നത് ഇതിനൊന്നുമല്ല എന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന നിങ്ങൾ, നമ്മളെ കൊണ്ട് എത്ര ആവശ്യമുള്ള കാര്യമുണ്ടെങ്കിലും അതിനുവേണ്ടി നമ്മുടെ ആയുസ് കാത്തിരിക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ണു ചിമ്മിയാൽ ഇവിടെ എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല, നമ്മുടെ മരണം നടക്കും. നമ്മുടെ എന്തെങ്കിലും ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഒരു 10 ദിവസത്തെ ലീവ് നീട്ടിത്തരേണ്ട ഒരു പ്രശ്നം ഈ ജീവിതത്തിൽ ഇല്ലെന്ന് പറയാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മളെ ആശ്രയിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ കാത്തിരിക്കുന്ന പ്രശ്നമില്ലെന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് നമ്മുടേതായ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട്. അതാണ് നമ്മുടെ പ്രയോറിറ്റിയുടെ ലിസ്റ്റിൽ ഒന്നാമത്തത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു പക്ഷെ സംസാരിക്കുന്ന ഞാൻ പോലും എൻ്റെ രാപ്പകലുകളുടെ സമയം ഉപയോഗപ്പെടുത്തുമ്പോൾ എൻ്റെ ഒന്നാമത്തെ ദൗത്യം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യനിർവഹണമാണെന്ന് ഒരു പക്ഷേ ഞാൻ എൻ്റെ പ്ലാനുകളിൽ, എൻ്റെ പദ്ധതികളിൽ, എൻ്റെ കാഴ്ചപ്പാടുകളിൽ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അതാണ് മുഖ്യ പ്രാധാന്യമുള്ളത്. ഇത് വെറുതെ പറയുന്നതല്ല സുഹൃത്തുക്കളെ. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം കൊണ്ട് നേടാവുന്ന ഏറ്റവും ഒന്നാമത്തെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജീവിതത്തെയാണ്. ഒരു ജീവിതത്തെ നേടാനാണ് ഈ ജീവിതം. ലഹിയൽ ഹയവാൻ, ജീവിതമെന്ന് ശരിക്ക് വിളിക്കാവുന്ന മറ്റൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ ജീവിതം. എൻ്റെ മക്കൾക്കൊരു നല്ല ഭാവി നൽകാനല്ല, ഒരു സ്ത്രീ വിധവയായി ഒറ്റപ്പെട്ട് ജീവിക്കാതിരിക്കാനല്ല, ഒരു മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ ഒരു തുണയാവാനല്ല. എങ്കിൽ മക്കളില്ലാത്തവരുടെ അവസ്ഥ എന്താണ്? എൻ്റെ ജീവിതം കൊണ്ട് ഞാനൊരു ജീവിതം നേടുക, അതെനിക്ക് പറ്റണം. എനിക്ക് കിട്ടുന്ന ഹ്രസ്വമായ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്കത് സാധിച്ചെടുക്കണമെന്നാണ്. നമുക്ക് ആർക്കും സംശയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളി സുഹൃത്തുക്കളെ 9 മാസം കൊണ്ട് അത്ഭുതകരമായ പരിവർത്തനങ്ങളിലൂടെയും മാറ്റങ്ങളിലൂടെയും ഒരു നല്ല പൂർണ്ണനായ ഒരാരോഗ്യമുള്ള ഒരു കുഞ്ഞായി തിരിച്ചു വരുന്നതിനിടയ്ക്ക് സംഭവിച്ചത് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ
അത്ഭുതകരമായ പരിവർത്തനങ്ങളാണ് ഗർഭപാത്രത്തിൽ നടക്കുന്നത്. അതിനുശേഷം ഒരു കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് അല്ലാഹു ആ ജീവിതഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തി പറഞ്ഞു തരുന്നത് അവിടെ എന്തൊക്കെ അത്ഭുത മാറ്റങ്ങൾ നടന്നോ. നിസ്സാരമായൊരു ഇന്ദ്രിയത്തിൽ നിന്നൊരു കുഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ജീവിതം, ഇവിടെ ഒരു ജീവിതത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആ ഘട്ടങ്ങൾ നിങ്ങൾക്ക് അനുഭവകരമാണെങ്കിൽ ഇനി ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ സംശയിക്കണ്ട. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖ ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر പിന്നെ അവൻ എപ്പോൾ ഉദ്ദേശിക്കുന്നുവോ ആ സന്ദർഭത്തിൽ അവൻ നിങ്ങളെ എന്ത് ചെയ്യും? രണ്ടാമത് പുനർജനിപ്പിക്കുന്നതാണ്. എന്താ ഒന്നാമത്തെ ചോദ്യം? മിൻ അയ്യി ശൈഇൻ ഖലഖ, എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? മിൻ നുത്ഫത്തിൻ ഖലഖ, നുത്ഫ ശുദ്ധമായ ഒരു തുള്ളി വെള്ളം, ഒരു കണം. ഇന്നാണ് ഈ തലച്ചോറും ഈ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും അത്ഭുതകരമായിട്ടുള്ള ഈ മാറ്റങ്ങൾ ഉണ്ടായതെന്നാണ്. എന്തിനാണ് മരിച്ച ആൾ തിരിച്ചു വരുമെന്ന ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നിഷേധിക്കുക എന്ന ഖുർആൻ ചോദിക്കുന്നത്. എന്നിട്ട് ആ ഗർഭപാത്രത്തിൽ എത്തിച്ചു ഫഖദ്ദറ, എന്നിട്ട് എല്ലാ നിലക്കും അവൻ സംവിധാനിച്ചു, നിർണയം ചെയ്തു. തുമ്മ സബീല യസ്സറ, എന്നിട്ട് ആ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും അതിമൃദുലമായ ആ കുഞ്ഞിനെ അപകടരഹിതമായി ഏറ്റവും എളുപ്പത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ പ്രക്രിയകളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലാഹ് പറയാണ് തുമ്മ ഇദാ ശാഅ അൻശറ, പിന്നെ അവൻ എപ്പോൾ ഉദ്ദേശിക്കുന്നുവോ അവൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. അത്രയൊന്നും വേണ്ട സുഹൃത്തുക്കളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം മതി. എപ്പോഴും പണ്ഡിതന്മാരെല്ലാവരും പരലോകത്തിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു ഹദീസാണത്. പ്രവാചകന്മാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രവാചകന്മാരുടെ ശരീരങ്ങൾ, ഭൗതിക ശരീരം മണ്ണിൽ അങ്ങനെ തന്നെ കിടക്കും. ആ ഹദീസിൻ്റെ ബാക്കിയിലുള്ളതാണ്, ബാക്കി ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ട് കഴിഞ്ഞാൽ ദ്രവിക്കും, മണ്ണിൽ ദ്രവിക്കും, മണ്ണായി മാറും. പക്ഷെ അവൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ എല്ലിൻ്റെ അസ്ഥിയുടെ കഷ്ണം മാത്രം, ഒരു കഷ്ണം. അതുകൊണ്ട് തീരുമാനിച്ചോളി, എത്ര കാലം ഈ ഭൂമിയിൽ കടന്നാലും സുഹൃത്തുക്കളെ പൂർണ്ണമായി നാം ഇല്ലാതെയാവില്ല. ലോകത്ത് ഇന്നേ വരെ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ മനുഷ്യനായി? അവൻ്റെ മുഴുവനും ശരീരത്തിൻ്റെ അള്ളാഹു സൂക്ഷിക്കാൻ വിചാരിച്ചൊരു അംശം മണ്ണിൽ ഇപ്പോഴും കിടക്കുന്നു. ഫിഹി യുറക്കബുന്നാസ്, അതിൽ നിന്നും അള്ളാഹു മനുഷ്യനെ പുനഃസംഘടിപ്പിക്കും. ഒരു വിത്തിൽ നിന്നും അതേ ചെടി, ഏത് ചെടിയുടെ ഇതളിൽ നിന്നും ആ വിത്ത് താഴെ വീണോ അതേ ചെടിയെ പുനർജനിപ്പിക്കുന്ന പോലെ, പുനരുദ്ധരിപ്പിക്കുന്ന പോലെ നാമായി ജനിക്കും. നമ്മുടെ കർമ്മത്തിൻ്റെ ഏടുകളോടുകൂടെ തിരിച്ചു വരും. അപ്പോൾ പുതിയൊരു ജീവിതം സാധ്യമാണ്, അത് അതിൻ്റെ രൂപത്തിൽ സംഭവിക്കും. ആ ജീവിതത്തെ നേടിയെടുക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മളെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ളത്. പക്ഷെ രണ്ടു കാര്യം, ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു രണ്ട് കാര്യം സമ്മതിക്കൂല സുഹൃത്തുക്കളെ. നിങ്ങൾ ഇവിടുന്ന് വണ്ടിയിൽ കയറി ചാവി വെച്ച് നിങ്ങളുടെ കുടുംബം ഒപ്പം കയറിക്കഴിഞ്ഞാൽ നമ്മുടെ സംസാരങ്ങളും വിഷയങ്ങളും മാറി. രണ്ട് വിഷയങ്ങൾ നമ്മളെ യഥാർത്ഥമായ ലക്ഷ്യ സാക്ഷാത്കാരത്തിൽ നിന്ന് തടയുന്നു. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അല്ലാഹു പറയുന്നു, വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഇഹലോക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കണം. വഞ്ചിക്കുക, എന്താ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, താല്പര്യത്തോടു കൂടെ നാം ഭൗതികമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നേടേണ്ട മറ്റൊരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകുന്നതാണ്. വെറുതെ ദിവസവും സമയവും ആരോഗ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ പിശാച് തീർച്ചും നമുക്ക് വിപരീതമായിട്ടുള്ള, നമ്മുടെ നാശത്തിന് ഉപകരിക്കുന്ന, നമ്മുടെ ആയുസ്സും സമയവും നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങളിൽ പിശാച് നമ്മളെ വ്യാപൃതമാക്കും. അങ്ങനെ നമ്മുടെ ജീവിതം എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യം വിസ്മരിച്ചു പോകുന്നതാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇത് സംഭവിക്കും. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിൽ സംഭവിക്കും. യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ ചില ആശയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കും നിങ്ങൾ. ഏറ്റവും പ്രയാസകരമായ ഒരു സംഗതി എന്താ പറയുക, ഒറ്റപ്പെട്ടു പോവുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ പറ്റുമോ എന്നറിയില്ല, കുറച്ച് വയസ്സും പ്രായമൊക്കെ ആയ ആളുകൾ രോഗികളായിട്ട് കിടപ്പിലാകുമ്പോൾ സന്ദർശിച്ചിട്ട് അവിടെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചു നോക്കും. അവരെ മനസ്സൊന്ന് അറിയാൻ ശ്രമിക്കും. എന്താ പറയുക, വയസ്സിങ്ങനെ ആയി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണത്, മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുമ്പോൾ
അവിടെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും മാറും. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളെ കുട്ടികളെ നമ്മളെ ആശ്രയിച്ചാൽ ജീവിക്കണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവരുടെ സംസാര ശൈലി ഒന്ന് വേറെയാണ്. നമ്മൾ അവർക്ക് തിന്നാൻ കൊടുക്കുന്നു, ചെലവ് കൊടുക്കുന്നു എന്നുള്ള നിലക്ക് തന്നെയാണ് എന്ത് ഒരു വാപ്പാൻ്റെ സംസാരത്തിൻ്റെ ട്യൂൺ ഉണ്ടാകുക. നമ്മൾ അറിഞ്ഞിട്ടല്ല അത് ചെയ്യണത്. എന്തായാലും എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ലേ എന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും. നിങ്ങളൊരു സ്ഥാപനത്തിൻ്റെ മേധാവിയാണെങ്കിൽ നിങ്ങൾ ശമ്പളം കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്നെ കൊണ്ടാണല്ലോ അവൻ്റെ ജീവിതം എന്ന് അറിയാതെ നമ്മുടെ മനസ്സിൻ്റെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും. കൊടുക്കുന്ന കൈ എപ്പോഴും മേലെയും വാങ്ങുന്ന കൈ താഴെയുമാണ് ആശ്രയത്വം. അപ്പോൾ പ്രായം ഇങ്ങനെ ആവശ്യതകളിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നിങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ മക്കളെയും ഭാര്യയെയും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും, എന്നെക്കൊണ്ട് ഇവർക്കൊരു പ്രയാസമായോ എന്നിങ്ങനെ തോന്നും. നമ്മൾ ഒറ്റപ്പെട്ട് വരും സുഹൃത്തുക്കളെ. എല്ലാവരും നമ്മൾ ഒറ്റപ്പെട്ട് വരും. ആ ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ നമ്മളെ മക്കൾക്കോ കുട്ടികൾക്കൊക്കെ എങ്ങനെ പോകണമെങ്കിൽ വാപ്പയും ഉമ്മയും വീട്ടിലൊരു ഭാരമാകും. അത് അവർക്കും അറിയും, വീട്ടിലിരിക്കുന്ന വാപ്പക്കും ഉമ്മക്കും അറിയും. എല്ലാവരും അനുഭവിക്കുന്ന ഒരു മനോവേദനയാണ്. ആ ഒറ്റപ്പെടലിൻ്റെ പൂർണ്ണതയാണ് മരണം എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ ആ ഒറ്റപ്പെടലിൻ്റെ പൂർണ്ണത. മരിക്കുന്നത് വരെ പലരെയും നമ്മൾ ആശ്രയിക്കും. മരിക്കുന്ന സമയത്ത് തൊണ്ട നനക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പ് പോലും നമ്മൾ അറിഞ്ഞെന്നിരിക്കും. അപ്പോഴും നമ്മുടെ കൂടെ ആളുണ്ട്. എന്നാൽ ആ നനവുകൾ നമുക്കറിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റക്കായി തീർന്നു. ആ ഒറ്റക്കാകുന്നതിനെ കുറിച്ച് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഒറ്റക്കാണ് കൊണ്ടുവരാൻ. വലഖദ് ജിത്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ദുഹൂരികും വലഖദ് ജിത്തുമൂനാ ഫുറാദാ. നിങ്ങൾ എൻ്റെ അടുക്കൽ വരും ഒറ്റക്കൊറ്റക്ക്. കമാ ഖലഖനാകും അവ്വല മറ, ആദ്യം നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ അത്ര ഒറ്റക്ക്. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയം വരെ സുഹൃത്തുക്കളെ പരിചാരകളില്ല, നോക്കാൻ ആളില്ല, ഒറ്റ ആളുമില്ല. കബറിൽ കിടക്കുന്ന പോലെ ഏകാന്തതയിൽ ഉമ്മൻ്റെ വയറ്റിൽ നിന്നും പുറത്തേക്കുള്ള പ്രയാണം. പക്ഷെ പുറത്തേക്ക് വന്ന ആളെത്തണം. ആളെത്ര വൈകുന്നുവോ അത്ര പ്രശ്നമായിരിക്കും. പിന്നെ ആളുകളോടൊപ്പമുള്ള ഒന്നിച്ചുള്ളൊരു യാത്രയാണ് അടുത്ത ഒറ്റപ്പെടൽ വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത വാക്ക് എന്താ അറിയോ? ജനിച്ച ദിവസം മുതൽ നീ എന്തെല്ലാം നേടിയോ നിങ്ങൾ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അത് മുഴുവനും ഇട്ടേച്ച് നിങ്ങൾ പോകേണ്ടി വരും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഒറ്റപ്പെടുക സുഹൃത്തുക്കൾ. ഇപ്പം തോന്നണ്ട, ഒറ്റപ്പെടും. ഒന്ന് നോക്ക് നിങ്ങൾ, ഈ സർവീസിൽ നിന്നൊക്കെ പിന്നെ റിട്ടയർ ആയിട്ടില്ല നമ്മുടെ നാട്ടിലെ ആളുകൾ 55 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നല്ല യുവത്താണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ ആ 55 വയസ്സിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് നമ്മൾ അവരുടെ കാണുമ്പോൾ ആ ഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ എന്താ വെച്ചാൽ ജീവിതം കഴിഞ്ഞതുപോലുള്ള ഒരു സമീപനമാണ് അവിടെ സംസാരത്തിൽ ഉണ്ടാകുക. പിന്നെ ക്രമേണ രോഗികളായി പോവുകയാണ്. എൻ്റെ സമയവും എൻ്റെ സേവനവും ഈ സമൂഹത്തിന് എൻ്റെ ആവശ്യവും ഈ നാട്ടിൽ എൻ്റെ അനിവാര്യതയും എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മരണം എന്നത് ഒരൊറ്റപ്പെടലാണെങ്കിൽ ഓരോ നിമിഷങ്ങളിലും ആ ഒറ്റപ്പെടലിലേക്ക് പതുക്കെ ഞാനും നിങ്ങളും യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. മരണത്തിൻ്റെ മറ്റൊരവസ്ഥ നിസ്സഹായതയാണ്. നിസ്സഹായത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ഇവിടെ 10,000 റിയാലും 20,000 റിയാലൊക്കെ ശമ്പളം വാങ്ങിയുന്ന അത്യുന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്ക് ഒരു ദിവസം ജോലിയാണ് പോവുകയാണ്. എന്നിട്ടൊരു 10 മാസമൊക്കെ ഒരു പൈസയും മാസം കിട്ടാതെ അക്കൗണ്ടിലൊരു പണവും വരാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ വെറുതെ മനസ്സ് കണ്ടു വെക്കും നിങ്ങൾ. എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. എനിക്ക് വേണ്ടി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല സുഹൃത്തുക്കളെ. നമ്മൾ തളർന്നു കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തരാൻ ഭാര്യയെ കാത്തിരിക്കുന്ന പോലെ, മൂത്രമൊഴിക്കാൻ ഒന്ന് ബാത്റൂമിലേക്ക് പോകാൻ അടുത്തൊരാൾ കൈ പിടിക്കാൻ, എൻ്റെ ആവശ്യം നിർവഹിക്കാൻ മറ്റൊരാൾ വരാൻ കാത്തിരിക്കുന്നൊരവസ്ഥ, ഒന്നും ചെയ്യാനാണ്, ഒക്കെ കണ്ട് കിടക്കാനേ പറ്റുള്ളൂ. മരണം അതാണ് നമുക്ക് വരുത്തുന്നത്, നിസ്സഹായത. മരണത്തോടു കൂടെ വരുന്ന പരലോകത്തിൻ്റെ ഓരോ രംഗങ്ങളും നിസ്സഹായമാണ്. നമുക്കൊന്നും ചെയ്യാല്ല. നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് മറ്റുള്ളവർ ചെയ്തു തരുന്ന പ്രയോജനങ്ങളല്ലാതെ മറ്റൊരു കാര്യവും നമുക്ക് ചെയ്യുവാനില്ലാത്ത ഒരു ജീവിതാവസ്ഥയിലേക്കാണ് മരണം നമ്മളെ നയിക്കുന്ന നിസ്സഹായാവസ്ഥ. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. ആ നിസ്സഹായാവസ്ഥ യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടുത്തെ ജീവിതത്തിൽ തന്നെ
ഒരു പരിധി വരെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്ത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെടുന്ന ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഒരു ദിവസം അന്ന് നിങ്ങൾ ഇവിടെ നിന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും. ആ ഒരു ദിവസം നിങ്ങളുടെ ഓർമ്മയിൽ വേണം. തിരിച്ചുപോക്കിൻ്റെ ഒരു ദിനം, ഇവിടെ നിന്നും ഈ ജീവിതങ്ങളിൽ നിന്നും മുഴുവനും വിരമിക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന ബോധം, എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന നിസ്സഹായത, നേരത്തെ ഒറ്റപ്പെടൽ, നിസ്സഹായത, ഇത് യഥാർത്ഥത്തിൽ നമുക്ക് വന്നു വരാൻ പോകുന്നൊരു കാര്യമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജീവിതത്തിൽ എന്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്കൊരു പൂർണ്ണ നിർഭയത്വം കിട്ടൂല. നിങ്ങളുടെ ജോലിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആയുസ്സിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്, ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്ക്, കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച് നോക്ക്. അവിടെയൊന്നും നമുക്കൊരു നിർഭയത്വം കിട്ടൂല. കാരണം എന്താ, എന്തും സംഭവിക്കാമെന്ന് നമുക്ക് തോന്നും. എന്നാൽ പൂർണ്ണ നിർഭയത്വം നമുക്ക് തരുന്ന ഒന്നാണ് മരണം എന്ന് പറഞ്ഞാൽ. മരണത്തിൻ്റെ അപ്പുറത്ത് ഞാൻ സുരക്ഷിതനാകും എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കാണ്ടാത്ത കാര്യമാണ് മരണം എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, ആ രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കും. ശരിക്കും എന്താണെന്ന് വെച്ചാൽ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളെ കണ്ട്, പാമ്പിനെ കണ്ട് ശരിക്കും ഇത് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും ഈ പറയുന്ന വാക്കുകൾ സത്യമാണ് എന്നും 100% ബോധ്യപ്പെട്ട സമയത്ത് അവിടുത്തെ സാഹിറന്മാരായിട്ടുള്ള വിശ്വാസികളായി വന്ന ആളുകൾ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അവർ പറഞ്ഞ ഒന്നുമില്ല, ഫക്കലിമാൻ തക്ക, നീ എന്ത് വേണമെങ്കിലും തീരുമാനിച്ച ഫിറൗന് ഒറ്റ പേടിയില്ല പറയുമ്പോൾ മക്കളെയും കുട്ടികളെ ഇട്ട് വന്നതാണ്. ഫിറൗൻ എന്താ ചെയ്യാൻ, തല വെട്ടുന്ന അറിയാം, കൈകാലുകൾ വിപരീതമായി ഛേദിക്കുമെന്നറിയാം. പക്ഷെ എന്താ ഒരു പേടിയില്ലാത്ത സുഹൃത്തുക്കളെ, മരിക്കുന്നതോടുകൂടെ മരിക്കുന്നത് വരെ ഉള്ളതേ പ്രശ്നമുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് അവിടെ നിർഭയത്വത്തിൻ്റെ കാരണം. ഇത് അവർക്ക് മാത്രമല്ല, നമ്മളും ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച ആളുകളാണെങ്കിൽ സുഹൃത്തുക്കളെ, ഷിർക്കില്ല. ഒരിക്കൽ പോലും ഷിർക്കിനെ പറ്റി ബോധ്യം വന്നതിന് ശേഷം ഷിർക്ക് സംഭവിച്ചിട്ടില്ല. ഒരു വക്ത് നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. സാമ്പത്തികമായ ഒരു ബാധ്യതയും സക്കാത്തിൻ്റെതായിട്ടും അല്ലാത്തതായിട്ട് നമ്മളൊക്കെ നിർവഹിക്കാനുള്ള, നമ്മളെങ്ങനെയാണ് ആലോചിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലിയർ ആയിട്ടുള്ള രൂപം മനസ്സിൽ വന്നാൽ ഒരു പേടി ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, ഇതുവരെ നമുക്ക് തരാത്ത സംരക്ഷണം മരണസമയത്ത് അള്ളാഹു തരുമെന്നാണ് ഖുർആനിൽ പറയുന്നത്. ഇതുവരെ നമുക്ക് കിട്ടാത്തൊരു സംരക്ഷണം മരണത്തോടുകൂടെ വിശ്വാസിക്ക് അള്ളാഹു നൽകും. വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, തൻ്റെ അടിമകളുടെ മേൽ എല്ലാ നിലക്കും അധികാരവും അവരെ എല്ലാ നിലക്കും നിയന്ത്രിക്കുന്ന ആളും അള്ളാഹു ആകുന്നു. വയുർസിലു അലൈക്കും ഹഫളതൻ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, നിങ്ങളുടെ മേൽ സംരക്ഷകന്മാരുണ്ട്, മലക്കുകൾ എല്ലാ അർത്ഥം നമുക്ക് സംരക്ഷകന്മാരായിട്ട് ഉണ്ട്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന വെച്ചാൽ, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നുന്ന സമയമാണ് എന്ത് റെഗുലർ ഇമിഗ്രേഷൻ. അത് കഴിഞ്ഞിട്ട് കടന്നു കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഏത് ഫ്ലൈറ്റ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തുള്ളൊരു പ്രശ്നമാണ്. ഞാൻ ഇപ്രാവശ്യം തിരിച്ചു വരുന്ന സമയത്ത് എയർപോർട്ടിൽ പരിചയമുള്ള ഒരാൾ വന്നിറങ്ങി മണിക്കൂറുകൾ നിൽക്കേണ്ട സ്ഥാനത്ത് ഒരാൾ വന്ന് എന്ത് ചെയ്തു, നമ്മൾ പരിചയമുള്ള ഒരാൾ വന്ന് കൂട്ടി സെക്കൻഡുകളെ കൊണ്ട് പുറത്തേക്ക് എത്തിച്ചു. ഞാൻ ആലോചിച്ച് നോക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രതിസന്ധി വരുന്ന മരണത്തിൻ്റെ സമയത്ത് അള്ള ഏർപ്പെടുത്തുന്ന പ്രത്യേകക്കാരായ ആൾക്കാർ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ ഒരു സ്വീകരണം ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു തുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ വബശ്ശിർ ഇബാദ്. അല്ലാഹു ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു തുമ്മസ്തഖാമു, എൻ്റെ നാഥൻ അല്ലാഹു ആണെന്ന് പറയുകയും പിന്നെ നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ. അങ്ങനെ ജീവിതം നന്നായി അള്ളാഹുവിൻ്റെ വിധേയമായി ജീവിച്ചു നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്താണ്, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവിടെ മേലെ ഇറങ്ങുന്നതാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു, നോക്കി ഏതാ സമയം എന്നാലോചിക്കണം. ഈ ജീവിതത്തിലുള്ള പൂർണ്ണമായ വിരാമം, ഇനി എന്തൊക്കെയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ആശങ്കകൾ. അത്തരമൊരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന് മരിക്കുന്ന സമയത്ത് പറയണം, അല്ലാ തഖാഫ്, പേടിക്കരുത്.
വലാ തഹ്സനൂ, ഇതുവരെ കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ആത്മാവ് വേർപെടുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം വിനഷ്ടമാകുന്നുവോ ആ നഷ്ട ദുഃഖങ്ങളൊന്നും ആവശ്യമില്ല. കഴിഞ്ഞതിനെ കുറിച്ചൊരു ദുഃഖവും ആവശ്യമില്ല. എന്തു സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഭയവും ആവശ്യമില്ല. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദുൻ. വാഗ്ദത്തം ചെയ്യപ്പെട്ട, നേരത്തെ നിങ്ങൾക്ക് അറിയിക്കപ്പെട്ട ആ സ്വർഗത്തെക്കുറിച്ച് സന്തോഷിച്ചോ. സ്വർഗത്തേക്ക് പോവാണ്. ഇനി വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പോലും ആ വേദനകളെ തരണം ചെയ്ത് നീ കടന്നെത്താൻ പോകുന്നത് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ ആ പരിസമാപ്തി എന്തുമാത്രം സന്തോഷകരവും ആനന്ദകരവുമായിരിക്കും സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏതു കാര്യങ്ങളിലും പൂർണ്ണ നിർഭയത്വം നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒന്നാണ് മരണം. അതിനെന്തുള്ളൂ, മുന്നേ ഒരുങ്ങിയാൽ സാധിക്കും എന്ന് പറയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ മരണം വരുന്നതിന് മുമ്പ് എന്താണ് മരണമെന്ന് സങ്കല്പിച്ചുകൊണ്ടും ആ മരണം വരുന്നതിൻ്റെ അവസ്ഥകളെക്കുറിച്ച് മുൻകൂട്ടി ധാരണയുണ്ടായിക്കൊണ്ടും അതിനെ അതിജീവിക്കുവാനുള്ള ഒരുക്കം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു അപകടം എന്താണ്? ഇപ്പം നമുക്കൊക്കെ എത്ര വയസ്സായി സുഹൃത്തുക്കളെ? എൻ്റെ വയസ്സ് എനിക്കറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സറിയാമല്ലോ. പക്ഷേ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ വയസ്സും പ്രായവും നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഇല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കുള്ളൊരു പ്രായം ഉണ്ടല്ലോ, അത് നമ്മളെ റിക്കാർഡിലുള്ള പ്രായം നമ്മുടെ മനസ്സിലില്ല. നമ്മുടെ മനസ്സിലുള്ള പ്രായം ഒരുപക്ഷെ റിക്കാർഡിലുള്ളതിൻ്റെ പകുതിയായിരിക്കും. ചിലപ്പോൾ 3/4 ഭാഗം വരെ നമ്മൾ മനസ്സുകൊണ്ട് കണക്കൂട്ടുന്നുണ്ടാവുള്ളൂ. എന്താ അറിയോ, നടന്നടുക്കാൻ അടുത്തിട്ടും അടുത്തിട്ടില്ലെന്ന് വിചാരിക്കുന്നത് വലിയ അപകടം സൃഷ്ടിക്കും. മരണത്തിൻ്റെ സമീപത്തേക്ക് എത്താനായിട്ടും ഇനിയും എനിക്ക് ധാരാളം സമയമുണ്ടെന്ന് വിചാരിക്കുന്ന അപകടമായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പരലോകത്ത് ചെല്ലണ സമയത്ത് സത്യവിശ്വാസികൾക്ക് അവിടെ കർമ്മത്തിൻ്റെ പ്രകാശങ്ങളെ കാണുമ്പോൾ നഖ്തബിസും നൂരിക്കും, കുറച്ച് വെളിച്ചം ഞങ്ങൾക്കും തരൂ എന്ന് പറയുമ്പോൾ ഇർജിഉ വറാഅക്കും, തിരിച്ചു പോവുക എന്ന് പറഞ്ഞ് കപടവിശ്വാസികളെ തിരിച്ചു വിടും. ആ കപടവിശ്വാസിക്ക് സംഭവിച്ച കാര്യം എന്താ പറയുക, നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞതാണ്. വഗറത്തുക്കുമുൽ അമാനി, വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു. എന്താ മോഹം സുഹൃത്തുക്കളെ? എന്തപ്പോൾ എനിക്ക് കുഴപ്പം? എൻ്റെ ഇസ്ലാമിന് എന്താ പ്രശ്നമുള്ളത്? ഇങ്ങനെ പോയാൽ പോരപ്പോൾ ഇനി ടൈമില്ലേ? നേരാകാൻ എത്ര ടൈമുണ്ട്? ഇനിയും ഒക്കെ ചെയ്യാനും ജീവിതത്തിൽ മാറ്റം വരുത്താനും ഒക്കെ ഇനിയും ഉണ്ടല്ലോ ചില മോഹങ്ങൾ. ഇപ്പോൾ മാറാൻ തയ്യാറല്ലാത്ത ആളുകൾക്ക് ചില സ്വപ്നങ്ങൾ, പിന്നീട് സാധിക്കുമെന്ന ചില പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകൾ മരണത്തിൻ്റെ മുന്നിൽ എത്തുമ്പോഴായിരിക്കും നമ്മളെന്ത് ചെയ്യുക, അത്ഭുതപ്പെട്ടു പോവുക. ഞാൻ ഓർക്കുന്നൊരു സംഭവമാണ്, ഈ പ്രവാസിയായി അപ്രതീക്ഷിതമായി വളരെ സാമ്പത്തികമായി ഉയരാൻ പറ്റിയ ഒരു വ്യക്തി. അയാൾ ഒരു ബിസിനസ്സിൽ നിന്ന് വേറെ ബിസിനസ്സിലേക്ക്, അത് ആ ഗൾഫ് നാടിൽ മുഴുവനും ശൃംഖലകളായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം. എൻ്റെ ഓർമ്മ ഒരു 45 വയസ്സ് പ്രായമേ അയാൾക്കുള്ളൂ. അയാൾ നാട്ടിൽ തന്നെ അയാൾ ഉണ്ടാക്കുന്ന വീടും ആ പ്രദേശത്ത് അയാൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളും ആ നാട്ടുകാർക്കൊരു അത്ഭുതമാണ്. പക്ഷെ എന്ത് പെട്ടെന്ന് അയാൾക്ക് അസുഖം വന്ന അയാൾ എമർജൻസിയായി ആ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും എന്താ നിങ്ങൾ പെട്ടെന്ന് അയാൾ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറേണ്ടി വരും. എത്ര പണം കയ്യിലുണ്ടായിട്ടും ചികിത്സിക്കാമെന്ന ഒരു പ്രതീക്ഷ പോലും, ഏത് പൈസ കുറച്ച് ഇയാളെത്ത് വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ടെങ്കിലും ഒരു ചികിത്സ നിർദ്ദേശിക്കാൻ ഡോക്ടർമാർക്ക് പറ്റാത്ത വിധം രോഗം അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരുന്നു. അയാളൊന്ന് മനസ്സിലാക്കണം, ഒരിക്കൽ പോലും മരണം അയാൾ പ്രതീക്ഷിച്ചുള്ള ജീവിതം. എന്താ സംഭവിച്ചത് നിങ്ങൾ? അയാൾ വീട്ടിൽ വന്നിട്ട്, അയാളുടെ തൊട്ട അയൽവാസിയാണ് എൻ്റെ സുഹൃത്ത്. അയാളുടെ അവസാന സന്ദർഭങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ നമുക്ക് തന്നെ പേടിയാവും. അയാൾക്ക് ഫോൺ വരും ഏത് സമയത്തും. ബിസിനസ്സുകാരെങ്ങനെ ഫോണിനെ കാത്തിരിക്കുക സുഹൃത്തുക്കളെ? ഒരു ഫോൺ കോൾ നഷ്ടമായാൽ ചിലപ്പോൾ വലിയൊരു ബിസിനസ്സായിരിക്കും നഷ്ടമാകാം. അതുകൊണ്ട് സർവ്വസമയത്തും ഫോണാണ്. അയാൾക്ക് ഫോൺ വന്നാൽ അയാൾ എന്തെങ്കിലും, ഫോൺ വന്നു കഴിഞ്ഞാൽ അയാൾ ഫോൺ എടുക്കും, റിസീവർ എടുത്ത് വലിച്ചെറിയും. കാരണം ഈ ഫോൺ എടുത്ത് ഇതുകൊണ്ടുള്ളൊരു നേട്ടം കൊയ്യാൻ ഈ ദുനിയാവിൽ എനിക്ക് സമയമില്ലെന്ന ബോധം അയാളുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ വിചാരിക്കും മരിക്കാൻ സമയമാകുമ്പോൾ കിട്ടുന്ന സമയം കുട്ടികളെയൊക്കെ ഒന്ന് കാണാമെന്നല്ലേ വിചാരിക്കുക. അയാൾ കുട്ടികൾ അടുത്തേക്ക് വരുമ്പോൾ അയാൾ ദേഷ്യപ്പെട്ട് ആട്ടി ഓടിക്കും.
അയാളുടെ പ്രതിഷേധം എന്തിനോടാണെന്നറിയുമോ സുഹൃത്തുക്കളെ? മരണത്തോട്. പ്രതിഷേധിച്ച് കാര്യമുണ്ടോ? നിർബന്ധമായും വരുന്ന ഒരു മരണത്തെ സ്വീകരിക്കാൻ ഒരു നിമിഷം പോലും. ഇന്ന് നിങ്ങൾ ഇത്തരം ഒരു ക്ലാസ്സിന് വേണ്ടി വന്നു, വാഹനത്തിലും മൊബൈലിലും ജീവിതത്തിരക്കിലും കടയിലും ജോലിക്കാർക്കുമിടയിൽ ഞാൻ ഒരിക്കൽ മലർന്നടിച്ചു വീഴുമെന്ന് ചിന്തിക്കാൻ ഒരു സെക്കൻഡ് ചെലവഴിക്കാതിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി വരുന്ന മരണത്തെ അയാൾ എങ്ങനെ അഭിമുഖീകരിക്കും? അയാൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് മരണം വരിക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങളെ മരണം നിങ്ങളെ പിടികൂടും. വലൗ കുന്തും ഫീ ബുറൂജി മുശയ്യദ. ഖുർആൻ വെറുതെ പറഞ്ഞല്ല. മരണത്തിന് വരാൻ തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നും ഇവിടെ ഇല്ല സുഹൃത്തുക്കളെ. മരണത്തിന് വരാൻ കടന്നു വരാൻ പറ്റാത്ത ഒന്നും ഇവിടെയില്ല. വലിയ നിർമ്മിക്കപ്പെട്ട വലിയ കോട്ടകൾക്കുള്ളിലാണല്ലോ ആളുകൾക്കൊരു സുരക്ഷിതത്വം തോന്നുക. എന്നാൽ എവിടെയും മരണത്തിന് വരാൻ സാധിക്കും. അതുകൊണ്ട് മരണത്തെ പ്രതീക്ഷിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞത്. നമ്മൾ അടുത്ത സെക്കൻഡ്, ഇന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നമ്മൾ മരണത്തെ പ്രതീക്ഷിച്ചാണ് ഉറങ്ങുന്നത്. നാളെ ഉണരൂല എന്നാണ് വിചാരിക്കുന്നത്. എന്താ മരണത്തെ പ്രതീക്ഷിച്ച് ഉറങ്ങുക? പേടിച്ചുറങ്ങാന്ന പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. മരിക്കുന്ന ഒരാൾ വിചാരിച്ചാൽ അയാൾ പേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ പറയുക? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഹരി ഇലൈക. ഈ പ്രാർത്ഥന ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനത്തെ വാക്കായിട്ട് ഒരാൾ ഇത് പറഞ്ഞാൽ അയാൾ രാവിലെ എഴുന്നേൽക്കുന്നതിനിടക്ക് മടിച്ചാൽ ശുദ്ധ പ്രകൃതിയോടെ ഉണരുന്നതാണ്. അപ്പോൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് പേടിയല്ല ഉണ്ടാക്കണത്. അയാൾക്ക് സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റുക ചെയ്യുക. എന്താ രാത്രി മരിച്ചാൽ അവസാനം ചെല്ലേണ്ട ഈ ഒരു പ്രാർത്ഥന ചൊല്ലി ഞാൻ മരിച്ചാൽ ഫിത്രത്തോടു കൂടെ മരിക്കുന്നല്ലേ. ഇതിനെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതിനെ പേടി. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമല്ല, നമുക്ക് പ്രതീക്ഷയാണ് ഉണ്ടാവുന്നത്. ഞാൻ ഓർക്കുന്നു, എപ്പോഴും ഉറക്കം ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. ഉറക്കാണ് അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. എവിടെ സമയം കിട്ടിയാലും ഉറങ്ങണം എന്നാണ്. അയാളൊക്കെ പറഞ്ഞു, എനിക്ക് മരണം എൻ്റെ ഒരാഗ്രഹമാണ്. ആരെങ്കിലും പറയാം അങ്ങനെ? ഇപ്പം എന്താ വെച്ചാൽ കേട്ടിട്ടില്ല, നിങ്ങൾ ഖബറിൽ ഉറങ്ങുകയാണ് ചെയ്യാറ്. ഏറ്റവും സുന്ദരമായ ഉറക്കം അതാണ്. അപ്പം ഈ മരിച്ചു കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ സുഖമായി ഉറങ്ങാമല്ലോ എന്നാണ്. ഒരു യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. എന്തിപ്പോൾ മരണത്തെ ആഗ്രഹിച്ചാൽ മരണം മരിക്കണമെന്ന് നമ്മൾ മരിക്കാൻ വേണ്ടി ചെയ്യണം എന്നല്ല സുഹൃത്തുക്കളെ. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഏതു നിമിഷങ്ങളിലും മരണം എൻ്റെ മുന്നിൽ വരും എന്ന പ്രതീക്ഷയോടുകൂടെ ഒരുങ്ങി ജീവിക്കുന്നത് മരണത്തെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കാൻ പറ്റും. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ പിതാവ് വർഷങ്ങൾക്കും മരണപ്പെട്ടത് ഞങ്ങളുടെ ടൗണിൽ വെച്ചാണ്. ഞാൻ ചെറിയ കുട്ടിയാണ്. അദ്ദേഹത്തെ ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച ആൾ, ആ അനുഭവം, അയാളുടെ മടിയിൽ കിടന്ന് മരിക്കുമ്പോൾ അനുഭവം ശരിക്കും എന്താ വെച്ചാൽ ഒരു മാരകമായ ഒരു അപകടം സംഭവിച്ചപ്പോൾ അയാൾ മരണത്തെ പ്രതീക്ഷിച്ചു. ആ മരണത്തെ പ്രതീക്ഷിച്ച അയാൾ മരിക്കുമ്പോൾ എന്താവണം, എന്തു ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത പോലെയാണ് അയാളെ എടുത്ത് കിടത്തിയ സമയത്ത് അയാളുടെ ഭാവങ്ങളും അയാൾ ആ ശരിക്കും കെലിമയൊക്കെ ഉച്ചരിച്ച് വളരെ കൃത്യമായി ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങി റെഡിയായി. നമ്മളത് എങ്ങനെയെങ്കിലും ജീവനൊന്ന് തിരിച്ചു കിട്ടണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു മരണം വന്നാൽ പോലും എനിക്ക് പ്രശ്നമില്ലെന്ന് വിചാരിച്ചാൽ അയാളെക്കാളും ധൈര്യം ആർക്കുണ്ടാവുക? എന്താ മാക്സിമം സംഭവിക്കുക സുഹൃത്തുക്കളെ? ഒരു ലാബ് റിസൾട്ട് കാണുമ്പോൾ ആകെക്കൂടെ ബേജാറ്, എന്താവുക, എന്തേക്കറിഞ്ഞ് റിസൾട്ട് വരിക. എവിടെയെങ്കിലും ചെറിയൊരു വേദനയോ ഒരു ഗ്യാസിൻ്റെ വേദനയോ വരുമ്പോഴേക്കും ആളുകൾ മരണത്തെക്കുറിച്ച് പേടിച്ച് ഓടുകയാണ്. എന്താ മാക്സിമം വരിക? മരിക്കല്ലേ, മരിച്ചോട്ടെ, അതല്ലേ മാക്സിമം വരിക. അങ്ങനെ മരണത്തെ സ്വീകരിക്കുവാനുള്ള മാനസികമായ ഒരു ഒരുക്കം നമുക്ക് വേണം സുഹൃത്തുക്കളെ. ഈ ഒരു ഉറച്ച ധാരണ മനസ്സിലുണ്ടാകുമ്പോൾ ജീവിക്കാൻ തന്നെ കുറേ സുഖമാണ്. ഞാൻ വെറുതെ പറയാം, ജീവിക്കാൻ തന്നെ നമുക്ക് കുറേ സുഖം. ഒന്നെന്താ വെച്ചാൽ എല്ലാ മനപ്രയാസങ്ങളും അപ്രസക്തമാകും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്നാൽ ശരിക്കും മരണത്തെക്കുറിച്ചുള്ള ബോധ്യവും മരണാനന്തരമുള്ളൊരു ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധവും എല്ലാ പ്രയാസങ്ങൾക്കും എന്താണ് ആശ്വാസം നൽകും. ഒന്നെന്താ വെച്ചാൽ ആൾക്കാർ തന്നെ പറയും, ദുനിയാവല്ലേ, എത്ര കാലം ഉണ്ടാകുന്നത് അല്ലേ? എല്ലാവരും പറഞ്ഞു ഏത് വിഷയങ്ങളും ആൾക്കാർക്ക് പറയാനുള്ള ഒരു ന്യായമാണെന്ത്, ദുനിയാവല്ലേ, എത്ര കാലം ഇപ്പോൾ ഇവിടെ എങ്ങനെ ആവേണ്ടി വരും എന്നൊരാൾ ചോദിക്കും. എന്തും നമുക്ക് ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാകാം, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പല ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ എന്തിലും എന്താ പറയുക, എല്ലാ ജീവിത ഭാരങ്ങളും നമ്മളിൽ നിന്ന് ഇറക്കി വെക്കപ്പെടുന്ന ഒരു നിമിഷം, അതാണ് മരണം. വജഅലിൽ മമാത റാഹതൻ ലീ മിൻ കുല്ലി ശർർ.
എല്ലാ തിന്മകളിൽ നിന്നുമുള്ള സമ്പൂർണമായ വിശ്രമം, അതാണ് മരണം നമുക്ക് നൽകുന്നത്. അപ്പം ആ വിശ്രമത്തെ ആഗ്രഹിക്കുമ്പോൾ എന്ത് പ്രതിസന്ധികളും, എന്ത് മാരകമായ അസുഖം വന്നാലും, ഏത് വലിയ പ്രതിസന്ധികൾ വന്നാലും മരിച്ചു പോകേണ്ട ആളല്ലേ, എന്താണ് പ്രശ്നം? നോക്കൂ നിങ്ങൾ, വിവാഹം കഴിഞ്ഞ് വിധവകളായി ജീവിക്കുന്ന അനേകം സഹോദരിമാർ നമ്മുടെ നാടുകളിലുണ്ട്. ഭാര്യ നഷ്ടപ്പെട്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. മാരകമായ രോഗങ്ങൾ കൊണ്ട് കട്ടിലുകളിൽ തടവറയിലായ ആളുകളുണ്ട്. പക്ഷെ എല്ലാവരുടെ മനസ്സിലും എന്താണ്? ദുനിയാവല്ലേ, കുറച്ച് കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും. മരണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങൾക്കും മനപ്രയാസങ്ങൾക്കും നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം അതിന് വീണ്ടും തെളിവാണെന്തറിയോ? ഈ ഫിർഔൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ വിശ്വാസികളായ ആളുകൾ പറഞ്ഞ വാക്ക് ഖുർആൻ നമുക്ക് വായിക്കാൻ പറ്റും. അവരെ മനസ്സിൻ്റെ കാഴ്ചപ്പാടാണ്. മരിച്ച പ്രശ്നമൊന്നുമില്ല. കാരണം വിശ്വാസിയായി സൽക്കർമ്മങ്ങളോട് കൂടെ ഒരാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നാൽ ഉലായിക ലഹുമു ദറജാത്തുൽ ഉല, അവന് ഉന്നതമായ പദവികൾ ഉണ്ടാവുന്നതാണ്. ആ ഉന്നതമായ പദവികൾ കിട്ടാൻ അർഹതപ്പെട്ട ഒരു ലോകത്തേക്കുള്ള യാത്രയാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, നിർഭയത്വം. ഇപ്പം എന്തൊക്കെ പ്രതിസന്ധികളും എന്തൊക്കെ ഭീഷണികളും എന്തെല്ലാം ജീവിത സാഹചര്യങ്ങൾ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ നാട്ടിലും ചുറ്റുപാടിലും എവിടെ ചിന്തിക്കുമ്പോഴും നമ്മുടെ സമാധാനം കെടുത്തുന്ന പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, നമ്മൾ ഒരിക്കലും മരണമില്ലാതെ ഇവിടെ ജീവിക്കേണ്ട ആൾക്കാരാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? അങ്ങനെയില്ല. നമുക്ക് അനശ്വരമായ അനന്തമായ ഒരു ജീവിതം നാളെ പരലോകത്ത് നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിർഭയത്വം നൽകുന്ന ഒരു കാര്യമാണ്. അതേപോലെ നഷ്ടബോധമല്ല. ഇപ്പോൾ ഇങ്ങനെ നോക്കി, നിങ്ങൾ ചുറ്റുപാടൊക്കെ നോക്കിയാൽ പല ആളുകളും നല്ല ജീവിത ഐശ്വര്യത്തിനും സമ്പത്തിലും ജീവിക്കുന്നു, നല്ല ജീവിത സൗകര്യങ്ങളോടുകൂടെ ചില ആളുകൾ ജീവിക്കുന്നു, എന്നാൽ ചില ആളുകൾ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നു. ഒരു നഷ്ടബോധമല്ല. നമ്മളിവിടെ ആരെങ്ങനെ ജീവിച്ചോട്ട് ഒരു പ്രശ്നമല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നാളെ പരലോകത്ത് നരകം കാണിക്കപ്പെടുമ്പോൾ ഒരാൾ എന്താ ചിന്തിക്കാനാണ്? ജീവിതത്തിൽ എന്തൊക്കെ സുഖങ്ങൾ അനുഭവിച്ച് രാജകീയമായി ജീവിച്ചു വന്ന ഒരാളാണെങ്കിലും നരകത്തിൻ്റെ മുന്നിലെത്തി ഇതിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് ആലോചിക്കുന്ന അയാളുടെ മനസ്സിൽ ഇതുവരെ അനുഭവിച്ച സുഖത്തിൻ്റെ ഒരു സുന്ദരമായ ഓർമ്മയും മനസ്സിൽ ശേഷിക്കൂല എന്നാണ്. അയാൾ ദുനിയാവിൽ നിന്നൊരു ദീർഘകാലം അനുഭവിച്ച സുഖ സന്തോഷങ്ങളെക്കുറിച്ചും അയാളെ മനസ്സിൽ തന്നെ വരില്ല എന്നാണ്. എന്നാൽ സ്വർഗം കണ്ട് സ്വർഗത്തേക്കാണ് പോകുക എന്ന് ഒരാൾക്ക് മനസ്സിലാകുമ്പോൾ സുഹൃത്തുക്കളെ, എന്തൊക്കെ ദുരിതങ്ങളിലൂടെ അയാൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ആ വേദനകളൊന്നും അയാൾക്ക് പ്രശ്നമാവില്ലെന്ന്. അപ്പോൾ നോക്ക് നിങ്ങൾ, നമ്മൾ എന്തായിക്കോട്ടെ, നബി സ്വല്ലല്ലാഹു ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ നാട്ടിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഭയങ്കര സമാധാനം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വാപ്പ മരിച്ചു പോയിട്ട് നേരത്തെ അനാഥനാകേണ്ടി വന്നൊരു കുട്ടി, ചെറിയ മാനസിക പ്രശ്നമായിട്ട് അതോട് ചോദിച്ചു പോകാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എല്ലാ കുട്ടികളും വാപ്പാനെ കുറിച്ച് പറയും, വാപ്പാനെ കൂടെ ടൂർ പോയത്, വാപ്പ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നതൊക്കെ പറയും. എന്നിട്ട് അവസാനം പറഞ്ഞു, എൻ്റെ വാപ്പനെ കുറിച്ച് എനിക്ക് ചെറിയ ഓർമ്മകളേ ഉള്ളൂ. വാപ്പനെ കുറിച്ച് എൻ്റെ ഓർമ്മ എന്താ വെച്ചാൽ, വാപ്പ രാത്രി വരുമ്പോൾ ഈ ബേക്കറിയിൽ നിന്ന് കുറച്ച് മിക്സർ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ രാവിലെ ഉണർന്ന് ചായ കുടിക്കുമ്പോൾ ആ മിക്സർ ഉണ്ടാകും. എപ്പോൾ ചായ കുടിക്കുമ്പോഴും വാപ്പയും വാപ്പ കൊണ്ടുവരുന്ന മിക്സറും ഓർമ്മയിലേക്ക് വരും. അവന് ചെറിയൊരു മാനസിക അസ്വാസ്ഥ്യമുള്ള ആളായി മാറിയിരിക്കുന്നു വാപ്പനെ കുറിച്ചുള്ള ചിന്ത. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി കുറിച്ച് മോൻ കേട്ടില്ല, നബി സ്വല്ലല്ലാഹു അലൈഹി അനാഥനായിരുന്നു. വാപ്പനെ കണ്ടിട്ടെന്നല്ല, നബിനെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പ മരിച്ചുപോയി. ഞാനത് പറയുമ്പോൾ എന്തൊരു സന്തോഷവും എന്തൊരു പ്രതീക്ഷയാണ് അവൻ്റെ മനസ്സിലറിഞ്ഞത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളൊക്കെ ഇനി പോയിട്ട് ഉറങ്ങാൻ പോണത് എവിടെയാണ്? നല്ല ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ എത്ര ഭദ്രമായിട്ടാണ് ഉറങ്ങാൻ പോകുന്നത്. ഒരു ശരിക്കൊരു പുതപ്പോ ഒരു മാർദ്ദവത്വമുള്ള തലയിണയോ ഇല്ലാതെയാണ് നാളെ പരലോകത്ത് ഏറ്റവും ഉന്നതമായ ആത്തി മുഹമ്മദനിൽ വസീലത്ത വൽ ഫളീല, ഏറ്റവും ഉന്നതമായ സ്വർഗത്തിൻ്റെ പദവി കെട്ടേണ്ട റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചു എന്ന് നമ്മൾ അറിയണ്ടേ? നിങ്ങൾക്കറിയാം, ഒരാൾ വന്നിട്ട് ഇന്നീ മജ്ബൂദ്, ഞാൻ അങ്ങേയറ്റത്തെ ക്ലേശത്തിലും വിശപ്പിലുമാണെന്ന് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ എല്ലാ വീട്ടിലും കയറി. നബിൻ്റെ ഭാര്യമാരുടെ എല്ലാ വീട്ടിലും കയറി പുറത്തിറങ്ങി. ആ വീട്ടിൽ നിന്ന് ഒരു കാരക്കച്ചുള കിട്ടാൻ ഇല്ല. ഒരു കാരക്കച്ചുള വിശന്ന് വന്ന മനുഷ്യന് കൊടുക്കാൻ
തൻ്റെ മുഴുവൻ വീടുകളിലും പരതിയിട്ടില്ല എന്നാണ്. സുഹൃത്തുക്കളെ, ചെറിയ ചെറിയ ഭൗതികമായ കുറവുകളെ കുറിച്ച് ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെട്ടു പോയവരോട്, രോഗികളായവരോട്, ജീവിതത്തിലുള്ള ചെറിയ സാമ്പത്തിക കുറവുകളെ കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെട്ട് കഴിയുന്നവരോട് പറയേണ്ട ചരിത്രമല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം? വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ അലം യജിദ്ക യതീമൻ ഫആവാ ഫവജദക ദാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. ആ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും നമുക്കിങ്ങനെ ശരിക്കും ചിത്രീകരിച്ച് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ പറയാം, അങ്ങനത്തെ ഒരു നിരാശ ഇല്ല. അതായത് പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അറിയുന്ന ഒരാൾക്ക് നിരാശയുടെ ഒരു പ്രശ്നമില്ല, നഷ്ടബോധമല്ല. എന്താ നഷ്ടം എന്നറിയങ്ങൾ? ഇവിടെ എങ്ങനെയൊക്കെ സൗകര്യം കിട്ടിയിട്ടും മരിക്കണതോടുകൂടെ നമുക്കിങ്ങനെ മനസ്സിലാവുകയാണ്, പടച്ചോനെ എന്നെ നല്ല രൂപത്തിലല്ലല്ലോ എൻ്റെ മരണം എന്നറിയുന്നൊരു നിമിഷം. സുഹൃത്തുക്കൾ, അതല്ല ഏറ്റവും വലിയ നഷ്ടബോധം. ആയുസ് വെറുതെ പോയിന്ന്. നമ്മളുടെ മകനോ നമ്മുടെ മകളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മാതാപിതാക്കളെയോ നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ അവകാശികളല്ലാതെ കണ്ടെത്തുന്നതിനേക്കാളും വലിയൊരു നഷ്ടബോധം മറ്റൊന്നില്ല. നഷ്ടലാഭങ്ങളെ വിലയിരുത്തേണ്ടത് മരണത്തിൻ്റെ അപ്പുറത്തെ അവസ്ഥയെ മാത്രം മുൻനിർത്തിയാണ്. മരണബോധ്യമുള്ളവർക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റും. മരണത്തിൻ്റെ ഇപ്പുറം വിലയിരുത്തിയിട്ടല്ല. ഇപ്പുറത്തെ കോട്ടകളും കൊട്ടാരങ്ങളും ഡെസിഗ്നേഷനുകളും മരണത്തോട് ഊരിവെക്കുന്നതാണ്. മരണത്തിനപ്പുറത്ത് മരണമില്ലാത്ത ലോകം ദുരിതത്തിൻ്റെതാണെങ്കിൽ സുഹൃത്തുക്കളെ, എന്താണ് ഇവിടുത്തെ സുഖസന്തോഷങ്ങൾക്ക് അർത്ഥമുള്ളത്? മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ വിലയിരുത്തുമ്പോഴാണ് ജീവിതത്തെക്കുറിച്ചുള്ള ശരിക്കുള്ള കാഴ്ചപ്പാട് നമുക്ക് വരിക. ഞാൻ ഇന്നലെ പോലും എൻ്റെ ഒരു സുഹൃത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തിരിച്ച് യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബിസിനസ് ആളുകളെ കാണുമ്പോൾ ഞാൻ പറയണ എൻ്റെ ഏത് വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളോടാണെങ്കിലും നമുക്ക് ദീനിയായിട്ട് എന്തെങ്കിലും പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറയാം. ഞാൻ ഇതൊരു പറഞ്ഞത്, നിങ്ങൾ റിലാക്സ് ചെയ്ത് ജീവിക്കണം എന്നാണ്. റിലാക്സ് ചെയ്ത് ജീവിക്കണം. അത് സുഹൃത്തുക്കളെ പറയാൻ കാരണം, പൈസ ഉള്ളവനല്ലേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവനല്ലേ പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇന്നുള്ള ബിസിനസ്സിൻ്റെ അപ്പുറത്തേക്ക് നാളൊരു ബിസിനസ് നമ്മൾ തുടങ്ങിയാൽ ഇന്ന് നാം നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും കൊടുക്കേണ്ട പണം, ശാരീരികമായ അധ്വാനവും മാനസികമായ അധ്വാനം പണമൊക്കെ കൊടുക്കുന്നതോടൊപ്പം എക്സ്ട്രാ ഒരു ഭാരം കൂടി നാളെ പുതിയത് ഏൽക്കണം. നമ്മൾ എക്സ്ട്രാ ഒരു കാര്യം കൂടി നാളെ ഏൽക്കല്ലേ. നമ്മുടെ നിലവിലുള്ള ജീവിതത്തിൽ നിന്നൊരു വിഹിതം നമ്മൾ വീണ്ടും പുതിയ ഒന്നിനെ അനുവദിക്കാൻ പോവുകയാണ്. അനുവദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല സുഹൃത്തുക്കളെ. പൂർണ്ണമായും നമ്മളെ ഈ പണത്തിനും ജീവിത സൗകര്യങ്ങൾക്കും വേണ്ടി കൊടുത്തിട്ട് ഒരു നല്ലൊരു ഭക്ഷണം 10 മിനിറ്റ് റിലാക്സ് ചെയ്ത് സ്വന്തം മക്കളെ കൂടിയും ഭാര്യൻ്റെ കൂടിയും കഴിക്കാൻ സമയം കിട്ടാത്ത ആൾ, അവരൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ വാങ്ങിക്കൊടുത്ത വലിയ വലിയ ഉയർന്ന ഫ്ലാറ്റുകളിൽ സുഖമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുക. നമ്മൾ എപ്പോഴെങ്കിലും വന്നൊന്ന് കിടന്നുറങ്ങുക, സമയത്ത് ഭക്ഷണമല്ല. എന്താ സുഹൃത്തുക്കൾ ആ ജീവിതത്തിൽ? അത് ദുനിയാവിൻ്റെ കാര്യം. നാളെ പരലോകത്തിൻ്റെ കാര്യം പറയും വേണ്ട. അതുകൊണ്ട് അള്ളാഹു ശരിക്കും നമുക്ക് എന്താ ദുനിയാവെന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. ഒരു നല്ലൊരു ചെടി ഇങ്ങനെ ഏറ്റവും സമൃദ്ധമായി നിൽക്കുന്ന അതിൻ്റെ ഒരു സമയം നിങ്ങൾ കാണുക. നല്ല ഫലങ്ങളും ഇലകളൊക്കെ പച്ചച്ച് നിൽക്കുന്ന ഏറ്റവും നല്ലൊരു സമയം സുഹൃത്തുക്കൾ. അതിങ്ങനെ കാണുമ്പോൾ ആ ചെടിയിൽ തന്നെ നമ്മളൊന്ന് സങ്കല്പിക്കണം, ഇമാജിൻ ചെയ്യണം. എന്തരങ്ങൾ ഈ ചെടിയാണ് നാളെ വേരുകൾ പറിഞ്ഞ് നിലത്തു വീണ് അതിങ്ങനെ ആകെ ഉണങ്ങിക്കരിഞ്ഞ് പാറിപ്പോകുന്നൊരവസ്ഥ അതിനാണ് സംഭവിക്കുക. ഇതന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ. ഏറ്റവും നല്ലൊരു അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? നശിച്ച് മണ്ണിൽ തുരുമ്പായി പോകുന്നൊരവസ്ഥാവിശേഷം നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ പ്രതാപവും ഈ ആരോഗ്യവും ഈ അവസ്ഥയും നാളെ നമുക്കില്ല. ജീവിതത്തിൻ്റെ ഉപമയിൽ അള്ളാഹു പറഞ്ഞ ഉപമയാണ് വദ്രിബ് ലഹും മസൽ ഹയാത്തി ദുനിയ. ഇഹലോകത്തിന് ഭൂമിയിലേക്ക് മഴ പെയ്തു, ഫഖ്തറത ബിഹി നബാത്ത്, നല്ല ചെടികളൊക്കെ സമൃദ്ധമായി ഉണ്ടായി. എന്നിട്ട് എന്തുണ്ടായി സുഹൃത്തുക്കളെ? കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് മുഴുവൻ ഉണങ്ങി. തദ്റൂഹുരിയ, കാറ്റുകൾ അതിനെ പാറിച്ച് കളയാൻ തുടങ്ങിയതാണ്. ഇഹലോകത്തിന് ഉപമയായിട്ട് അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ ഈ ധന്യമായ ജീവിതാവസ്ഥ
നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടെന്നും അതുകൊണ്ട് എല്ലാം നമുക്ക് വേണം, പക്ഷെ ഒന്നുകൂടെ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു സമയം കണ്ട് ഞാനങ്ങനെ ചിന്തിക്കും. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ദീൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു എന്ത് ജോലിക്ക് പോയാലും അവർ പറയാൻ കാര്യങ്ങൾ ജോലി സമയത്തൊന്നും 10 നിസ്കരിക്കാൻ പോകാൻ പള്ളിയിൽ പോകാൻ പറ്റൂല, എന്താ ചെയ്യുക എന്നാണ് വിഷമം പറയുമ്പോൾ ആൾക്കാർ. ഇവിടെ നോക്ക്, നിങ്ങൾ ബാങ്ക് കേൾക്കുമ്പോഴേക്കും എന്ത് ചെയ്തു, ഷട്ടറുകൾ വീണു. എത്ര കുറഞ്ഞ ശമ്പളക്കാരനും ആ സമയത്ത് വേണമെങ്കിൽ പള്ളിയിൽ പോകാനുള്ള ഒരു അവസരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ തന്നെ ജീവിതത്തിൻ്റെ വലിയൊരു ലാഭം നമുക്ക് സ്വയം നേടാൻ നമുക്ക് പറ്റുന്നുള്ളതാണ്. മരണത്തിനപ്പുറത്തുള്ള ജീവിതം നമ്മുടെ മനസ്സിൽ യാഥാർത്ഥ്യമായി അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ സുഹൃത്തുക്കളെ സംതൃപ്തമായിരിക്കും നമ്മുടെ ജീവിതം. തൃപ്തി എന്നുള്ളത്, ഉള്ള ജോലി, ഉള്ള വരുമാനം. ഇനി കുട്ടികളുണ്ടോ, ഉണ്ടെങ്കിൽ അത് സംതൃപ്തി, ഇല്ലേ പ്രശ്നമല്ല. ഉണ്ടായെങ്കിൽ അത് വരുമാനമുണ്ടോ ഇല്ല, എന്തിനും സംതൃപ്തിപ്പെടാൻ പറ്റും മനുഷ്യൻ. സംതൃപ്തിപ്പെടാൻ പരലോകത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധം മനുഷ്യന് ഉള്ള ആരോഗ്യത്തിൽ, ഉള്ള സൗന്ദര്യത്തിൽ. ഈ സംതൃപ്തിയില്ലായ്മയാണ് നമ്മുടെ വീടിൻ്റെ ഏറ്റവും വലിയ അസ്വസ്ഥത. നോക്കൂ, നിങ്ങൾ ഇത്തരം ക്ലാസ്സുകളിലേക്കൊക്കെ നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയൊക്കെ കൂട്ടി വന്നാൽ നമുക്ക് തന്നെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം കാണാൻ പറ്റും. ഞാൻ സന്ദർഭത്തിൽ പറഞ്ഞു, നമ്മുടെ പീസ് റേഡിയോ വന്നതിന് ശേഷം അത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് ഫ്ലാറ്റുകളിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്കാണ്. നമ്മൾ പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരെ അവർ ഒറ്റക്കാണ്. പക്ഷെ ഒരു ഒറ്റക്കല്ല, ശബ്ദം ഇങ്ങനെ പിന്നെ റേഡിയോയിൽ നിന്ന് ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഉപകാര ശബ്ദം. അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം എന്താ പറയുക, മാനസികമായൊരു സംതൃപ്തി. കാരണം ഓരോ ഉത്ബോധനങ്ങളും അവരെ അള്ളാഹുവിലേക്കും പരലോകത്തിലേക്കും അടുപ്പിക്കാൻ. അപ്പോൾ ഈ കാണുന്ന ഈ പോയ ഭർത്താവിന്ന് കിട്ടുന്ന പ്രതീക്ഷകൾക്കൊപ്പം അതിൻ്റെ അപ്പുറത്ത് ചില പ്രതീക്ഷകൾ തനിക്കുണ്ടെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുമ്പോൾ അവർക്ക് ലഭിക്കാൻ അപ്പോൾ ഒരു സന്തോഷവും മാറ്റം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ജുബൈയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതെന്താ വെച്ചാൽ, ഭാര്യയുടെ ആ സ്വഭാവവും ആ അവസ്ഥ തന്നെ മാറിയതവൻ. അതായത് ചെറിയ ചെറിയ അസുഖം വരുമ്പോഴേക്കിനും അതിന് ഡോക്ടറെ കാണാനെ പറ്റി അതിൻ്റെ വിഷമങ്ങളെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. ശരിക്കും ദീനിയായ ഉത്ബോധനങ്ങൾ കിട്ടി പരലോകത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ മാറിയെന്നാണ്. അസംതൃപ്തരായി നിങ്ങളുടെ നാട്ടിൽ കഴിയുന്ന നിങ്ങളുടെ വയസ്സായ മാതാപിതാക്കൾ, അവരെ എങ്ങനെ സംതൃപ്തിപ്പെടുത്തും എന്നത് ഒരു പ്രവാസിയുടെ ഏറ്റവും വലിയ ടെൻഷനാണ്. വീട്ടിൽ കിടക്കുന്ന വാപ്പയും ഉമ്മയും എങ്ങനെ ഞാൻ സന്തോഷിപ്പിക്കും? അതിനാണ് പല ആളുകളും കടം വാങ്ങി ഉംറയ്ക്ക് കൊണ്ടുവരുന്നത്, ഹജ്ജിന് കൊണ്ടുവരുന്നത്, 6 മാസം 3 മാസം റൂമിലൊന്ന് താമസിപ്പിച്ച് നോക്കുന്നത്. താമസിപ്പിച്ചാൽ എന്താ ഉണ്ടാകുക? വലിയ സംഖ്യയൊക്കെ ചിലവാക്കി 3 ദിവസം കഴിയുമ്പോൾ ഉമ്മ പറയും, എനിക്ക് എൻ്റെ വീട്ടിലെ ശരിയാവുള്ളൂ മോനെ, എന്ത് എന്നെ ഇവിടെ കൊടുത്തിട്ടേ ചോദിക്കും. അതാ സംതൃപ്തി. നമ്മൾ ഇടങ്ങാറായി ടിക്കറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നാൽ അടുത്ത ചോദ്യം അതായത്. സംതൃപ്തിപ്പെടുത്താൻ ഒന്നും വേണ്ട സുഹൃത്തുക്കളെ. ഒരു മാസത്തേക്ക് 200 രൂപ നെറ്റ് കയറ്റി കൊടുക്കുക, ഇത് കേൾക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ ഒരു മാറ്റം ഭയങ്കരമാണ്. എൻ്റെ ഒരു പ്രവാസിയായ സുഹൃത്ത് ഇവിടെ എന്നോട് പറഞ്ഞു, ഉമ്മക്ക് ഞാൻ നെറ്റ് ചാർജ് കൊടുക്കും റേഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട്. ചാർജ് കഴിഞ്ഞാൽ അമ്മക്ക് അറിയില്ല, അപ്പം പറയും ഇപ്പോൾ റേഡിയോ ഇപ്പോൾ വർക്ക് ചെയ്യില്ല പറഞ്ഞു, നെറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ വീണ്ടും ആരെങ്കിലും അടുത്ത കടയിൽ വിളിച്ചിട്ട് ചാർജ് ചെയ്യിപ്പിച്ചു കൊടുത്താൽ പിന്നെ ഒന്നുമില്ല, പ്രശ്നമില്ല. പിന്നെ ഒരു മാസത്തേക്ക് നമുക്ക് പ്രശ്നമില്ല, ഒരു മാസത്തേക്ക് പ്രശ്നമില്ല. എന്താ സുഹൃത്തുക്കളെ എന്നറിയും, ഇവിടെയുള്ള ഹ്രസ്വമായ ജീവിതം മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മരണമില്ലാത്തൊരു രോഗം മനസ്സിലേക്ക് വരുമ്പോൾ മനുഷ്യൻ സംതൃപ്തനാകും, അതിൽ യാതൊരു സംശയവും. ആ സംതൃപ്തി എന്താണ് യഥാർത്ഥത്തിൽ ഈ ലക്ഷ്യബോധം നമുക്ക് ആ സംതൃപ്തി ഉണ്ടാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യബോധത്തെ മുന്നിൽ കണ്ട് ചിലതെല്ലാം നമ്മൾ ചെയ്യണം സുഹൃത്തുക്കൾ. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് തീരുമാനിക്കുമ്പോഴേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുള്ളൂ. ഒന്നെന്താണ്, കുറച്ച് പണം നമ്മൾ എടുത്തു വെക്കുക. മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിൽ കൂടി കുറച്ച് പൈസ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ച് പണം നമ്മൾ എന്ത് ചെയ്യുക, നീക്കി വെക്കുക. റോഡ് സൈഡിൽ എന്തോ ചില സാധനങ്ങൾ കയ്യിൽ പിടിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു ചെറിയ കുട്ടിയുടെ, ഒരു 7 വയസ്സായ ഒരു കുട്ടിയുടെ ഫോട്ടോ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. ആ കുട്ടി തൊട്ടപ്പുറത്ത് എന്തോ ഒരു പൊതു കാര്യത്തിന് വേണ്ടി വെച്ച ഒരു പാത്രത്തിലേക്ക് അവന് കിട്ടിയ ചില്ലറത്തുട്ടുകളിൽ ഒരു ചില്ലറത്തുട്ട് അവൻ ധർമ്മമായി സ്വതക്കയായി കൊടുക്കുന്നുണ്ട്. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി കിട്ടിയ തുകയിൽ നിന്നും 1 റിയാലോ 2 റിയാലോ ഒരു പൊതു നല്ല കാര്യത്തിന് വേണ്ടി കൊടുക്കുന്ന ആ കുഞ്ഞു മനസ്സ് സുഹൃത്തുക്കളെ നീക്കി വെക്കണം തന്നെ. മരണം വരുന്നതിന് മുമ്പ് അപ്പുറത്തേക്കുള്ള നമ്മളെ ഓൾറെഡി നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറിയിരിക്കണം എന്നാണ്. അത് മരണം വന്നാൽ പറ്റൂല എന്നാണ്. അവസാനത്തെ ശ്വാസം വീഴുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുവെങ്കിൽ കൊടുത്തോ.
ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. കൊടുക്ക്, മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കുറച്ച്. സുഹൃത്തുക്കളെ, ഇത് പ്രധാന കാര്യം. നമ്മൾ ചെലവഴിക്കണം. കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോരാ, നമ്മൾ ചെലവഴിക്കണം. എനിക്ക് തന്നെ അത്ഭുതമുള്ള കാര്യമാണ്, നമ്മുടെ നാട്ടിലൊക്കെ എന്താ വെച്ചാൽ ഈ ഓരോ പുതിയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മലയാളത്തിൽ ഖുതുബ കേൾക്കാനും സ്ത്രീകൾ പള്ളിയിൽ വരാനൊക്കെ ഉള്ള ആഗ്രഹം കൊണ്ടും ഇവിടെ നിന്നൊക്കെ ദീൻ മനസ്സിലാക്കിയ തൗഹീദ് മനസ്സിലാക്കിയ ചില ആളുകൾ അവരുടെ 20 സെൻറ്റിൽ നിന്ന് 10 സെൻറ്റിന് കൊടുക്കുക. അവിടെ മൊത്തം സംഖ്യയിൽ നിന്ന് ഒരു പള്ളി എൻ്റെ വക, പെട്ടെന്നൊന്നും ആവില്ല, ഒരു 2 വർഷം കൊണ്ടൊക്കെ നമുക്ക് നിർമ്മിച്ച് പൂർത്തിയാക്കാം എന്നതിലേക്ക് ചെയ്യണം. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ട ബന്ധുക്കൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെ പരലോകത്തിന് വേണ്ടി സുഹൃത്തുക്കൾ നമ്മൾ ചെയ്താൽ ഒരിക്കലും നഷ്ടമാവില്ല. പലപ്പോഴും കൊടുക്കുന്ന ആൾക്കാർ എന്താ ചിന്തിക്കണം, ഞാനിപ്പോൾ അതിന് മാത്രം വരുമാനമുള്ള ആളൊന്നുമല്ല, സമ്പന്നനൊന്നുമല്ല, അപ്പോൾ ഞാനിപ്പോൾ എത്രയും കൊടുക്കുക, അങ്ങനെ ചിന്തിക്കരുത് സുഹൃത്തുക്കൾ. എൻ്റെ അടുക്കൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ ഞാൻ 25 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ 4/1 ഞാൻ കൊടുക്കുന്നുള്ളൂ. എന്നാൽ 100 രൂപയാണ് എൻ്റെ കയ്യിലുള്ളതെങ്കിൽ 25 രൂപ കൊടുത്താൽ 1 കോടിയുള്ളവൻ 25 ലക്ഷം കൊടുക്കുന്നതിന് തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ വിശാലത ഇല്ലായിട്ടുണ്ട്. ഉണ്ടായാൽ കൊടുക്കുന്ന ഒരാൾ വിചാരിച്ചാൽ പോലും ഉണ്ടായിട്ട് കൊടുക്കുന്നവൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് പറയുമ്പോൾ അത്ര വിശാലമാണ്. നമ്മളതിനെ കൊടുക്കണം. നല്ല കാര്യങ്ങൾക്ക്, നല്ല ഫലപ്രദമായ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. മരണത്തെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തെറ്റുകൾ പൊറുക്കാനുള്ള മാർഗങ്ങൾ. സുഹൃത്തുക്കളെ, പരിഹരിക്കാൻ നമ്മൾ വൈകിപ്പിക്കരുത്. അത് പരിഹരിക്കുന്നതോടെ വലിയ സംതൃപ്തി നമുക്ക് കിട്ടും. എന്തായാലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കാം. എന്തെങ്കിലുമൊക്കെ തകരാറുകൾ ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ അതെത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്നാലും അവസാനിപ്പിക്കാതെ നടക്കൂല. ഞാൻ പറഞ്ഞ ചില ആളുകൾക്കൊക്കെ ചില തെറ്റുകളൊക്കെ ചെറുപ്പത്തിൽ ശീലമായി വന്നതുണ്ടായിരിക്കും. അതിങ്ങനെ പിന്നെ ആവാം, അടുത്ത ഉംറക്കാകാം, അടുത്ത ഹജ്ജിനാകാം, അടുത്ത റമദാനിനാവാന്ന് വിചാരിച്ച് ഇങ്ങനെ കൊണ്ടുപോയിരിക്കും. അങ്ങനെ കൊണ്ടുപോയാൽ അത് ഒരിക്കലും മരണം വരെയും ആ തെറ്റിൻ്റെ ഭാഗമായി നമ്മൾ ജീവിച്ചാണ് ജീവിതം അവസാനിക്കുക. അതിന് മുന്നേ അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. അതിന് ഏറ്റവും ഒന്ന് വേണ്ട സുഹൃത്തുക്കൾ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ വെറുതെ പറയല്ല, പല സഹോദരിമാരും നമ്മുടെ പീസ് റേഡിയോക്ക് സ്നേഹക്കൂടിലേക്ക് അയക്കുന്ന ചോദ്യങ്ങളിൽ ധാരാളം സഹോദരിമാർ എഴുതുന്നത് ഭർത്താക്കന്മാരുടെ അവിഹിത ബന്ധങ്ങളെക്കുറിച്ചാണ്. ഒരു പക്ഷേ ഭർത്താക്കന്മാർക്കും അങ്ങനെ പറയാനുണ്ടാവും. അവിഹിത ബന്ധങ്ങൾ ഞാൻ ഇന്നലെ എനിക്ക് പീസ് റേഡിയോയിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് തന്ന 4 മാറ്ററുകളിൽ 4 സഹോദരിമാർ എഴുതിയിരിക്കുന്നത് അവിഹിത ബന്ധത്തെക്കുറിച്ചാണ്. തിരിച്ചുമുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞു, നമ്മൾ നല്ല സൂക്ഷിക്കണം സുഹൃത്തുക്കൾ. ഈ അവിഹിത ബന്ധങ്ങളോട് കൂടെയൊക്കെ നമ്മൾ മെല്ലെ മരണത്തേക്കാണ് ചെന്ന് വീണാൽ എന്താകും നമ്മൾ ആലോചിക്കണം. ഗുരുതരമായ അതൊക്കെ പ്രവർത്തിച്ചാണ് ചെന്ന് കഴിഞ്ഞാൽ നിന്ദ്യമായ ശിക്ഷ അത് ഇരട്ടിപ്പിച്ച് വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സാഹചര്യങ്ങളെ മാറ്റാതെ ഇതിൽ നിന്ന് മാറാൻ നമുക്ക് പറ്റില്ല. സാഹചര്യങ്ങളെ മാറ്റാതെ ഒരിക്കലും മാറാൻ പറ്റില്ല. കണ്ണുകളെ താഴ്ത്താതെ ഈ തിന്മകളിൽ നിന്ന് മാറാൻ നമുക്ക് പറ്റൂല. അവിടെ അവിഹിത ബന്ധങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. നല്ല സൂക്ഷ്മത നമ്മൾ പാലിക്കണം. പല ആളുകളും ഭാര്യമാർ ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ട് സൂചിപ്പിക്കുമ്പോൾ പലരും അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞത്, നിങ്ങളെത്തൊരു തെറ്റുമില്ല എന്ന് വിചാരിക്കാം. എങ്കിൽ പോലും നിങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ട നിങ്ങളുടെ ഭാര്യയ്ക്ക് സംശയകരമായ ഒരു സാഹചര്യം പോലും ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പറ്റില്ല. തിരിച്ചും പറ്റൂല. തിരിച്ച് സ്ത്രീകളും പുരുഷന്മാർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സമീപനങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പറ്റില്ല. നമ്മൾ ഇത്തരം വല്ല തിന്മകളിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, മാറാൻ ഇനി കാത്തിരിക്കരുത്. കാത്തിരുന്നാൽ ആ തിന്മയോടൊപ്പം നമ്മൾ ഖബറിലേക്ക് ഇറങ്ങിക്കിടക്കേണ്ട ഒരു ദുരവസ്ഥ സംജാതമാകും. അവസാനത്തെ നിമിഷങ്ങളിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വലൈസത്തി തൗബ ലില്ലദീന യഅമലൂന സയ്യിആത്ത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. മരണം വരുന്നത് വരെ തെറ്റുകളെ കൊണ്ടുപോയി അവസാനം മരിക്കാൻ സമയത്ത് ഇന്നി തുബ്തുൽ ആൻ, ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതല്ല തൗബ. മറിച്ച് തെറ്റുകൾ സംഭവിച്ച ഉടനെ കുറ്റബോധത്തോടെ പശ്ചാത്തപിച്ച് മറയുന്നത്. ഈ തൗബ ആരും നടത്തില്ല, ഫിർഔൻ നടത്തിയ തൗബയാണ്. വെള്ളം കുടിച്ച് മുങ്ങുന്ന സമയത്ത് ഫിർഔൻ അവസാനം പറഞ്ഞല്ലോ, ബനൂ ഇസ്രായേലിൽ വിശ്വസിച്ച അതേ ദൈവത്തിൽ ഞാനും വിശ്വസിക്കുന്നു. ഇപ്പോഴാണോ
എന്നാവുന്നു അള്ളാഹുവിൻ്റെ തിരിച്ചുള്ള ചോദ്യം. ആ ചോദ്യം സുഹൃത്തുക്കളെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായ പശ്ചാത്താപത്തോടുകൂടി തിരിച്ചു വരാൻ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും നല്ല വഴി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഇതുപോലെയുള്ള ഉത്ബോധനങ്ങളും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേൾക്കാൻ നിങ്ങൾ പരമാവധി ജീവിതത്തിൽ സമയം ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഉത്ബോധിപ്പിക്കുന്നത്. നല്ല അവസരങ്ങളുണ്ട്. ഇന്ന് ഈ ഫോക്കസ് പോലെ തന്നെ 5 മിനിറ്റ് ഒരു നേർവഴി എന്ന് പറയുന്ന ഒരു സംസാരം എല്ലാ ദിവസവും വാട്സപ്പിൽ ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട്. എൻ്റെ കാഴ്ചപ്പാട് 600 ദിവസത്തിൻ്റെ അടുക്കൽ ആവാറായി. 500 ചില്ലാനം ദിവസങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങാതെ 5 മിനിറ്റ് വാട്സപ്പിലെ പ്രഭാഷണം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ രാവിലെ നിങ്ങൾ വാഹനമെടുത്ത് നിങ്ങളുടെ ഓഫീസിലെത്തുന്നതിന് മുമ്പ് ആ 5 മിനിറ്റ് നിങ്ങൾക്ക് കേൾക്കാം. ഒരു പക്ഷേ ആ 5 മിനിറ്റിൻ്റെ കരുത്തിൽ രാത്രി നിങ്ങൾ ഉറങ്ങുന്നത് വരെ നിങ്ങൾക്ക് ധർമ്മനിഷ്ഠയോടെ ജീവിക്കുവാനുള്ള ഒരാത്മീയ ഭക്ഷണമായി, ഒരു പോഷണമായി, ഒരു ശക്തിയായി സ്വീകരിക്കാൻ ആ 5 മിനിറ്റിന് പറ്റും. ട്രാഫിക്കിൽ നീണ്ട സമയം വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവായ പല വ്യാകുല ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അത്തരം ചിന്തകൾ ഓർമ്മയിൽ വരാതിരിക്കാൻ പീസ് റേഡിയോ നിങ്ങളെ സഹായിക്കും. ആ ശബ്ദങ്ങൾ നല്ല സ്റ്റുഡിയോ ക്ലാരിറ്റി ഉള്ള ആ ശബ്ദങ്ങളിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. സുഹൃത്തുക്കളെ, പിന്നീട് ഒരു ഒരുക്കം കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളോട് പറയാണ്. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കളും നമ്മളെ ആശ്രയിച്ച് ജീവിച്ചവരും നിരാലംബരായി തീരുന്നൊരവസ്ഥ ഉണ്ടാവരുതേ എന്ന് ഖുർആൻ നമ്മളെ താക്കീത് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ദഅഫൻ ഖാഫു അലൈഹിം ഫലിയത്തഖുല്ലാഹ വൽയഖൂലു ഖൗലൻ സദീദ. അല്ലാഹു വിശുദ്ധ നമ്മൾ അവരെ നിരാലംബരായി നമ്മൾ ഉപേക്ഷിച്ച് പോവാൻ പാടില്ല. രണ്ടർത്ഥം വ്യാഖ്യാതാക്കളെ നൽകിയിട്ടുണ്ട്. ഒന്ന്, ജീവിക്കുന്ന കാലത്ത് സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു വീടും ജീവിക്കാനുള്ള ചുറ്റുപാടുകളും ഉണ്ടാക്കാൻ മറന്നു പോകണ്ടെന്ന്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സുഹൃത്തുക്കൾ. അത് ഇവിടെ ഉത്ബോധിപ്പിക്കേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കയ്യിലില്ലാത്ത കാശ് ലോൺ എടുത്തും കടമെടുത്തും അത്തരം കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. ഒരു പക്ഷേ ആ വശം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾ ഒരു പക്ഷേ ഈ ദീനോ ഈ ചുറ്റുപാടുകളോ ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നൊരു ജീവിതാവസ്ഥ ഉണ്ടായിക്കൂടെന്നുള്ളത് നമ്മൾ ഗൗരവപരമായി ചിന്തിക്കണം. ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയി ഒരു വിധവയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകളിലൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും, ആദ്യം സംഭവിക്കുന്നത് അവരുടെ കൂടെ ഒരു ആൺ തുണയില്ലെന്ന് അറിയുന്നതോടുകൂടെ തന്നെ രോഗമുള്ളവരുടെ മനസ്സുകൾ പലപ്പോഴും അവരെ ഉപദ്രവിക്കുവാനും അവരെ ചൂഷണം ചെയ്യുവാനുമുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ നല്ല സൂക്ഷ്മതയും നല്ല പടച്ചവനെക്കുറിച്ചുള്ള ബോധവും പരലോക വിശ്വാസമുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ട് നാം മരണപ്പെട്ടു പോയാലും നമ്മുടെ കുട്ടികൾ നല്ല നിലക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്ക് വേണ്ടത് ദീനിനെക്കുറിച്ചുള്ള ബോധമാണ്. അതല്ലാത്ത മറ്റൊന്നിനും നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടൊരു കുട്ടിനെ നിയന്ത്രിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് അവസാനം കുറച്ച് കൈക്കരുത്തുള്ള ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചിരിക്കാൻ. ഇനി അവൻ എന്ത് ചെയ്താലും അവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു റിസൾട്ട് കേട്ടപ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നിയത്. അവനെ കൊണ്ടുവരുന്നതിന് മുമ്പ് എന്തായിരുന്നോ അവൻ്റെ അവസ്ഥ, അതിൻ്റെ എത്രയോ ഇരട്ടി പ്രശ്നക്കാരനായിരിക്കുകയാണ് അടി കിട്ടിയപ്പോൾ. അവസാനം പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാര്യം അടി മാത്രമാണെന്ന്. ഞാൻ അവസാനം സംസാരിക്കും, എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാര്യം, പേടിയില്ലാത്തൊരു കാര്യം അടി മാത്രമാണ്. എന്തെങ്കിലും ചെയ്തിട്ടൊരു അടി കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. അത്രേ ഉള്ളൂല്ലോ, ഒരു അടി ഉള്ളൂല്ലോ, അത് അവസാനം കണ്ടെത്തിയ കാര്യം. എന്നാൽ സുഹൃത്തുക്കൾ, അവൻ കരഞ്ഞത് എപ്പോഴാണെങ്കിൽ അവൻ മിനിറ്റുകളോളം കരഞ്ഞു. ഒരു പക്ഷേ ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്യുന്ന ഒരുത്തൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു അരിവുണ്ടാവും. ഞാൻ അവൻ്റെ ഉമ്മാനെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ഉമ്മാൻ ആരെങ്കിലും വന്ന് അടിച്ചു കൊല്ലുന്നത് നിനക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല എങ്കിൽ അടിച്ചു കൊല്ലുന്നത് സഹിക്കാൻ ഉമ്മക്ക് പറ്റും, നീ പറഞ്ഞ പോലെ. എന്നാൽ മനമുരുകി രാത്രി ഉറങ്ങാൻ പറ്റാതെ ജീവിതത്തിലെല്ലാം വിഷമത്തോടു കൂടെ കഴിയുന്നത് നിന്നെക്കുറിച്ച് ഓർത്ത് മാത്രമാണ്. ഇപ്പോൾ ഞാൻ ജാമ്യം നിന്ന് നിൻ്റെ ഉമ്മക്കൊരു ഫോൺ കോൾ പോവുകയാണ് ഇവിടെ നിന്ന്. അവനോട് ഞാൻ സംസാരിച്ചു, അവൻ നല്ലൊരു കുട്ടിയായി ജീവിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നു എന്ന് ഞാൻ ഇപ്പോൾ നിൻ്റെ ഉമ്മക്ക് വിളിച്ചു പറഞ്ഞാൽ നിൻ്റെ ഉമ്മക്ക് ജീവിതത്തിൽ കേൾക്കുന്ന ഏറ്റവും നല്ല സന്തോഷ വാർത്തയായിരിക്കും. ഉമ്മനെക്കുറിച്ച് ഓരോ വാക്ക് ഞാൻ പറയുമ്പോഴും
അവൻ്റെ കണ്ണുകൾ നനയുന്നത് ഞാൻ കണ്ടു. ഉത്ബോധനങ്ങളെ കൊണ്ടും ഉപദേശങ്ങളെ കൊണ്ടും മാത്രമേ സുഹൃത്തുക്കളെ പുതുതലമുറയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കൂട്ടായ്മകളിൽ നമുക്കുണ്ടാകുന്ന ഗുണം, നമ്മൾ ഉദ്ദേശിച്ചത് ഇവരിലൂടെ നേടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളുടെയൊക്കെ മുതിർന്ന പെൺകുട്ടികളുണ്ടാവും. ഇന്നലെ ദമ്മാമിലും അതേപോലെ തന്നെ ജുബൈലിലും കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുത്തു. ഒന്നുകൂടെ കൂടുതൽ ഇൻട്രാക്ഷനൊക്കെ നടത്താൻ പറ്റിയത് ജുബൈലിലാണ്. പരിമിതമായ കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുന്നൊരു കാര്യം, അവിടെ നിന്നൊരു ശ്രോതാവ് പോലും പറഞ്ഞു, ഇത്ര അറ്റൻഷനോടുകൂടെ 1 മണിക്കൂറിലധികം സമയം കുട്ടികൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അസംഭവ്യമായ കാര്യമാണ്. അത്രയും അധികം, ഒരുപക്ഷെ ഈ സദസ്സിനേക്കാളും എത്രയോ സൈലൻ്റായിട്ടാണ് ആ +1 +2 ഹൈസ്കൂൾ കുട്ടികൾ ക്ലാസ് കഴിയുന്നത് വരെ ഇരുന്നത്. അവരുടെ ആ പുതിയ മനസ്സുകളിലേക്ക് ഒരുപക്ഷെ ഒരു ചെടി നടുന്ന പോലെ നന്മയുടെ ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും ഖുർആനികമായി നൽകാൻ കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, നമുക്ക് മരണശേഷം അവരെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. നമ്മൾ തീർച്ചയായും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ നാട്ടിൽ ഞാൻ തിരിച്ചെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ആയിട്ട് പെൺകുട്ടികൾക്ക് മാത്രമുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഒരു പകൽ സമയത്ത് കിട്ടുന്ന ആ ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ കുടുംബജീവിതത്തിലെ അനേകം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ സഹായകമായേക്കാം. എഴുതി കിട്ടുന്ന ചോദ്യങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ മനോഗതികളിൽ നിങ്ങളാരും ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇന്നലെ എനിക്ക് എഴുതി കിട്ടിയ ചോദ്യങ്ങളിൽ അധികവും കണ്ടത് മാതാപിതാക്കളിൽ നിന്നുള്ള സ്നേഹവും ബന്ധവും ലഭിക്കുന്ന കാര്യത്തിലുള്ള വിഷമത്തെക്കുറിച്ചാണ് പല കുട്ടികളും പരാതിപ്പെട്ടത്. മറ്റ് നമ്മുടെ നാടുകളിൽ നിന്ന് എഴുതി കിട്ടുന്ന ചോദ്യങ്ങളിൽ പലപ്പോഴും +2 പ്രായത്തിലെ കുട്ടി എഴുതുന്ന അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ലൈംഗികമായ ജീവിതത്തിലെ വ്യതിചലനങ്ങളെക്കുറിച്ചാണ് പലരും എഴുതിരുന്നത്. അഫെയറുകളെക്കുറിച്ച് പറയുന്ന കുട്ടികളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധവൽക്കരണങ്ങൾ നൽകിയാൽ മാത്രമേ നമ്മുടെ കുട്ടികളെ ജീവിതത്തിലും നമ്മുടെ മരണാനന്തരവും അവർ നന്മയിൽ നിലകൊള്ളുമെന്ന ആശ്വാസത്തോടെ നമുക്ക് അവസാനത്തെ കണ്ണടക്കാൻ സാധ്യമാകൂ. നമ്മൾ അതിനനുസരിച്ചുള്ള പരിപാടികളെയും പ്രോഗ്രാമുകളെയും കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ തിന്മകളും പുതിയ ഭാവത്തിലും ആധുനികമായ രൂപത്തിലും നമ്മുടെ കുട്ടികളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി എന്നൊരു പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലെ ഏത് സ്കൂൾ പരിസരങ്ങളിലും, ഒരു +2 തലത്തിലുള്ള ഏത് സ്കൂൾ പരിസരങ്ങളിലും കുട്ടികൾക്ക് ലഹരി ലഭ്യമാണ് എന്ന കാര്യത്തിൽ നാട്ടിലെ ഡിപ്പാർട്ട്മെൻറ്റിനോ നമ്മുടെ പൊതുജനങ്ങൾക്കോ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതേപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾക്ക് എല്ലാ സാധ്യതകളും ഏറി വരികയാണ്. അശ്ലീല സൈറ്റുകൾക്ക് അടിമയാകുന്ന പ്രൊഫഷണൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഒരുപക്ഷെ മാനസിക രോഗത്തിൽ അവസാനിക്കുന്ന അശ്ലീല സൈറ്റുകളുടെ പുതിയ അവസ്ഥകൾ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെതിരായി ആ കുട്ടികളെ സമയോചിതമായി ബോധവൽക്കരിച്ച് നല്ലവരാക്കി മാറ്റാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഞാൻ സംസാരിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ മറ്റോ ചോദിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ പണ്ഡിതന്മാരുണ്ട്. അവർ നിങ്ങൾക്ക് അതിൻ്റെതായ മറുപടികൾ നൽകും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഏതായിരുന്നാലും വളരെ ബുദ്ധിമുട്ടി ഇവിടുത്തെ ജീവിത സാഹചര്യം അനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ ട്രാഫിക്കുകൾ കടന്ന് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇതിനുള്ള ഹാള് കണ്ടുപിടിച്ച് വന്നേ പറ്റൂ എന്നൊരു വാശിയുള്ളവർക്ക് മാത്രം എത്താൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദീനിനോടുള്ള ആഗ്രഹം, നമ്മുടെ മനസ്സുള്ള ഈമാൻ, നാളെ പരലോകത്തെക്കുറിച്ചുള്ള ഭയം, സ്വർഗം നേടുവാനുള്ള നമ്മുടെ ആഗ്രഹം, ഇതെല്ലാമാണ് നമ്മളിവിടെ ഒന്നിപ്പിച്ചിട്ടുള്ളത്. ഈ ഒന്നിപ്പിക്കൽ നമ്മളെല്ലാവരും സ്വയം ഏറ്റെടുക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും നടത്തുവാനും പുതിയ വിഷയങ്ങളെക്കുറിച്ച് കേൾക്കുവാനും സംശയങ്ങൾ ദൂരീകരിച്ച് ദീനിയായ ഒരു ജീവിതത്തിലൂടെ നമ്മളും നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും നല്ലൊരു ജീവിത മുന്നേറ്റം നടത്തുവാനും അവസാനം അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൻ്റെ അഖിലുകാരാകാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതൊരു പുണ്യകർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൈഹി വസല്ലം.